പ്രേക്ഷകർക്കും റിപ്പോർട്ടർ മെഗാ ഇലക്ഷൻ ഷോയിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂടുതലായി വിലയിരുത്താൻ പോവുകയാണ്. മണ്ഡലങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾക്കൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട, സ്ഥാനാർത്ഥികളെക്കുറിച്ച് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഇലക്ഷൻ സ്പെഷ്യൽ ഷോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊരിവെയിലത്ത് എരിപൊരി സഞ്ചാരത്തിലാണ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് തീയതി അല്പം നീണ്ടുപോയതോടെ ഏകദേശം 2 മാസത്തോളം വെയിൽ കൊണ്ട് വോട്ട് ചോദിക്കേണ്ട അവസ്ഥയിലാണ് സ്ഥാനാർത്ഥികൾ. ഫെബ്രുവരി അവസാനത്തോടെ തന്നെ പല സ്ഥാനാർത്ഥികളും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഏപ്രിൽ ആദ്യ ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന ധാരണയിലാണ് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയത്. ഏപ്രിൽ 26-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും എത്തി വോട്ടർമാരെ നേരിൽ കാണാനുള്ള സമയം സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുകയാണ്. പക്ഷേ വെയിലൊരു പ്രശ്നമാണെന്നല്ല, വലിയ പ്രശ്നമാണ്. സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല, മാധ്യമപ്രവർത്തകരും ഈ സ്ഥാനാർത്ഥികൾക്ക് പിന്നാലെ പോകേണ്ടതുണ്ട്. വെയിലും അതോടൊപ്പം തന്നെ നോമ്പുകാലവും പലപ്പോഴും നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. പൊരിവെയിലത്തും വാടാതെയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണം നടത്തുന്നത്. ഓരോ മണ്ഡലത്തിലെയും സമഗ്രമായി അറിയേണ്ടതെല്ലാം അണിനിരത്തുകയാണ് നമ്മൾ അടുത്ത മണിക്കൂറിൽ. മഹാഭാരത യുദ്ധം സ്പെഷ്യൽ ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഉണ്ണി സാർ, ഞാൻ ഇന്ന് എറണാകുളം മണ്ഡലത്തിലായിരുന്നു പര്യടനം. രാവിലെ മോർണിംഗ് ഷോ നമ്മൾ എറണാകുളത്ത്. അതെ, ഒരു 3 മണിക്കൂർ പര്യടനമായിരുന്നു. എറണാകുളം മണ്ഡലത്തിന്റെ പല ഇടങ്ങളിലേക്കും 2 സ്ഥാനാർത്ഥികളുടെയും എങ്ങനെയാണ് അവരുടെ ഒരു സ്ട്രാറ്റജി എന്നൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അതെ, പാടിപ്പിച്ചു, പാട്ടും പാടി. അതെ, ജയിക്കുമോ എന്നുള്ളത് കണ്ടറിയാം. അതെ, ഹൈബി ഹൃദയത്തിൽ നിന്ന് സംസാരിച്ചു. ഹൈബിയുടെ പ്രചരണ വാക്ക് തന്നെ ഹൃദയത്തിൽ ഹൈബി എന്നാണ്. അതെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് എറണാകുളം മണ്ഡലത്തിൽ നിന്നാണ്. അതായത് വടക്കു നിന്നും തെക്കു നിന്നുമായി നമ്മൾ 12 മണ്ഡലങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 8 മണ്ഡലങ്ങളാണ്. അതെ, അപ്പോൾ വട്ടം ഒപ്പിക്കാനായിട്ടുള്ള ഇന്നത്തെ തുടക്കം എറണാകുളത്തുനിന്നാകാം. അതെ, UDF-ന് ഉറച്ച വേരോട്ടമുള്ള എറണാകുളം. തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും അനവധി കണ്ട എറണാകുളം ഏറ്റവും അധികം തവണ തുണച്ചത് കോൺഗ്രസിനെയും UDF-നെയുമാണ്. കഴിഞ്ഞ 7 തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് മണ്ഡലം പിടിക്കാനായത് 2 തവണ മാത്രമാണ്. മണ്ഡലത്തിൽ ലാറ്റിൻ സമുദായ വോട്ടുകളാണ് ഏറെ നിർണായകം. നമുക്ക് സ്ഥാനാർത്ഥികളെ ക്ഷണിക്കാം. ഒരു സ്ഥാനാർത്ഥി ഇനിയും വരാനുണ്ട്. NDAക്ക് സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടില്ല എറണാകുളത്ത്. അപ്പോൾ എറണാകുളത്ത് ഇത്തവണ മത്സരിക്കുന്ന UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ ഇതാ വന്നു കഴിഞ്ഞു. നമുക്ക് സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം. UDF-ന് വേണ്ടി സിറ്റിംഗ് MP ഹൈബി ഈഡൻ തന്നെയാണ് അണിനിരക്കുന്നത്. ഒരു സർപ്രൈസ് ആയിരുന്നു LDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ. ആരാണ് ഈ KJ ഷൈൻ എന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് ഷൈൻ ടീച്ചർ നല്ല ഷൈനിങ് സ്മൈലുമായി വന്നു നിന്നു. ഇപ്പോൾ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലെത്തിയിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി KJ ഷൈൻ. പറവൂരിന് പരിചിതയാണ്. ഇപ്പോൾ എറണാകുളത്തിന് മുഴുവൻ പരിചിതയാകാനായിട്ടുള്ള ഒരു ശ്രമത്തിലുമാണ് ഷൈൻ ടീച്ചർ. അപ്പോൾ ഷൈൻ ടീച്ചറിന്റെ എറണാകുളത്തെ സാന്നിധ്യം അത് ഹൈബി ഈഡന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. ആ മണ്ഡലത്തിന് ഏതെങ്കിലും തരത്തിൽ ഇളക്കം തട്ടിക്കുമോ? NDAയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഈ 2 സ്ഥാനാർത്ഥികളെ വെച്ച് വേണം നമുക്ക് വിലയിരുത്താൻ. ലത്തീൻ സമുദായത്തിന് നിർണായകമായ പ്രാധാന്യമുള്ള മണ്ഡലത്തിലാണ് ഹൈബി ഈഡനും KJ ഷൈനും ഏറ്റുമുട്ടുന്നത്. നമുക്ക് 2019 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഹൈബിയുടെ പെർഫോമൻസ്, വിജയത്തിലേക്ക് എത്തിയത്, എത്ര വോട്ടുകൾ നേടിയാണ് എന്നുകൂടി നോക്കാം. 2019 പോൾ പൊസിഷൻ ഇങ്ങനെയാണ്. ഹൈബി ഈഡൻ 4,91,263 വോട്ടുകളാണ് നേടിയത്. ജില്ലയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ കാൻഡിഡേറ്റിനെയാണ് CPIM രംഗത്തിറക്കിയത്. നിലവിലെ നമ്മുടെ മന്ത്രി പി രാജീവിന് പക്ഷേ പിടിക്കാൻ കഴിഞ്ഞത് 3,22,110 വോട്ടുകൾ മാത്രമാണ്. അതാണ് ഇത്തവണ ഹൈബിക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം. സാക്ഷാൽ പി രാജീവ് ഇറങ്ങിയിട്ടും ഇത്രയല്ലേ പിടിച്ചുള്ളൂ എന്ന്. പക്ഷേ അങ്ങനെ അങ്ങ് ആത്മവിശ്വാസം കൊള്ളാൻ കഴിയുമോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. കാരണം അന്ന് എതിർ സ്ഥാനാർത്ഥിയായി NDAയുടെ അൽഫോൺസ് കണ്ണന്താനവും ഉണ്ടായിരുന്നു. അൽഫോൺസ് കണ്ണന്താനം പിടിച്ച 1,37,749 വോട്ടുകൾ അത് ഇക്കുറി വരുന്ന NDA സ്ഥാനാർത്ഥിക്ക് പിടിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അവിടെ ബാക്കിയാണ്. ഹൈബി ഈഡന്റെ ഭൂരിപക്ഷം ഒരു വലിയ ഭൂരിപക്ഷമായിരുന്നു. 1,69,053 വോട്ടുകൾ നേടിയാണ് ഹൈബി ഈഡൻ 2019 എറണാകുളം MP എന്ന പേര് തന്റെ പേരിനൊപ്പം ചേർത്തത്. ഇനി വോട്ട് ശതമാനത്തിലേക്ക് വരാം. വലിയ അന്തരം തന്നെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. UDF-ന്റെയും LDF-ന്റെയും NDAയുടെയും വോട്ട് കണക്ക് ഗ്രാഫ് ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. UDF 50.78% കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ. LDF-ന് ഒരു 17% കുറവുണ്ട്. 33.30-ലാണ് LDF നിൽക്കുന്നത്. NDA ആകട്ടെ 15 തൊട്ടിട്ടില്ല. തൊട്ടരികെയായിരുന്നു അൽഫോൺസ് കണ്ണന്താനം. 14.24% NDAയുടെ വോട്ട് വിഹിതം. ഇനി പറയേണ്ടത് 2021 നിയമസഭയുടെ കണക്കാണ്. ലോക്സഭയും നിയമസഭ
അതേസമയം രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് പല മണ്ഡലങ്ങളും പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എങ്ങനെയാണ് 2021 എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ 7 നിയമസഭാ മണ്ഡലങ്ങൾ ചിന്തിച്ചത് എന്നുള്ള കണക്കിതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. ചുവപ്പും UDF-ഉം LDF-ഉം ഒരേപോലെയാണോ ഇതിൽ നിൽക്കുന്നത്, അതിന്റെ ഒരു കാറ്റഗറി എങ്ങനെയാണ് നിൽക്കുന്നത്, അതിൽ എത്രത്തോളം ആത്മവിശ്വാസം വേണം എന്ന ചോദ്യം ഉയർന്നാൽ പറവൂരിൽ UDF-ന്റെ വിജയം എന്ന് പറയുന്നത് 2 പതിറ്റാണ്ടോളമായി തുടരുന്ന വിജയമാണ്. VD സതീശൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ്. കളമശ്ശേരി ചുവന്നു, വൈപ്പിൻ ചുവന്നു, കൊച്ചി ചുവന്നു, അതുപോലെ തന്നെ അത്രേ ചുവന്നിട്ടുള്ളൂ. അപ്പോൾ 4-3 എന്നുള്ളതാണ് കണക്ക് നിൽക്കുന്നത്. സാമുദായിക വോട്ടുകളിലേക്ക് കൂടി വരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അഡ്വാൻറ്റേജ്, ഒപ്പം UDF-ന്റെ കോട്ട, അതൊക്കെ ഇപ്പോൾ ഹൈബിയുടെ തുണയായി നിൽക്കുകയാണ്. ഇനി അറിയേണ്ടത് സമുദായം ആരെ തുണയ്ക്കും. കാരണം KJ ഷൈനെ ഇറക്കിയത് വെറുതെയല്ല എന്ന് വ്യക്തമാണ്. അപ്പോൾ സാമുദായിക വോട്ടുകളുടെ ഒരു റെപ്രസെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ 53.1% എറണാകുളം മണ്ഡലത്തിലുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകളാകട്ടെ 32.1. ക്രിസ്ത്യൻ എന്ന് പറയുമ്പോൾ ലത്തീൻ കത്തോലിക്കരുടെ ഭൂരിപക്ഷമാണ് എറണാകുളം മണ്ഡലത്തിൽ ഉടനീളം നിൽക്കുന്നത്. മുസ്ലിം വിഭാഗത്തിന് 14.7% വോട്ടുകളുണ്ട്. മറ്റുള്ളവരെല്ലാം ചേർന്ന് 0.1%. ഇതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഡാറ്റയായി നമ്മുടെ മുന്നിലുള്ളത്. നോക്കൂ, എറണാകുളം എന്ന് പറയുന്നത് നിശ്ചയമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ്. യാതൊരു സംശയമുണ്ട്. അവിടെ ഇപ്പോൾ നേരത്തെ KV ഈഡന്റെ അച്ഛനായിട്ടുള്ള ജോർജ് ഈഡൻ പലതവണ എറണാകുളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം KV തോമസ് പലതവണ എറണാകുളത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവർ രണ്ടിനും വിജയിച്ചിട്ടുള്ളത് UDF കാൻഡിഡേറ്റ് ആയിട്ടാണ്. അതേസമയം സെബാസ്റ്റ്യൻ പോളിനെ ഇറക്കിക്കൊണ്ട് അന്ന് സെബാസ്റ്റ്യൻ പോൾ വിജയിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ആദ്യം സെബാസ്റ്റ്യൻ പോൾ വിജയിക്കുന്നത് കരുണാകരൻ DIC ഉണ്ടാക്കി ടെലിവിഷൻ ആയിരുന്നു അന്ന് സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നം. അതെ, എല്ലാവരും ടെലിവിഷൻ കാണണമെന്ന് കരുണാകരൻ നടത്തിയ വാർത്താ സമ്മേളനം ഇപ്പോഴും നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ്. ആ അർത്ഥത്തിൽ അന്നത്തെ സാഹചര്യം അദ്ദേഹത്തിന് അനുകൂലമായി. പിന്നീട് പരിപാടി അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഈ പറയുന്ന സെബാസ്റ്റ്യൻ പോൾ വീണ്ടും മണ്ഡലത്തിൽ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ LDF-നെയും അനുകൂലിച്ച മണ്ഡലം തന്നെയാണ്. എന്നാൽ എപ്പോഴും സമുദായ സമവാക്യങ്ങൾ അനുകൂലമായിട്ടുള്ളത് UDF-ന് തന്നെയാണ്. നോക്കൂ സുജയ് ഇപ്പോൾ പറഞ്ഞതുപോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങൾ LDF-ന് പിടിക്കാൻ കഴിഞ്ഞു എറണാകുളത്ത് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കാരണം വെച്ചാൽ എറണാകുളം എപ്പോഴും UDF-ന് അനുകൂലമായി ചിന്തിച്ചിട്ടുള്ള, UDF-ന് തൂത്തുവാരി വിജയം നേടുന്ന അതെ P. രാജീവിന്റെ മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം P. രാജീവ് മത്സരിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അട്ടിമറിക്കുന്നത് ഹൈബി ഈഡൻ. അട്ടിമറി എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു അത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായി മാറിയത് P. രാജീവ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയും ഹൈബി ഈഡൻ തമ്മിലുള്ള ആ ഒരു വോട്ട് അന്തരം ഉണ്ടാക്കിയതിൽ പ്രധാന കാരണം ലാറ്റിൻ വോട്ടുകളാണ്. ആ ലാറ്റിൻ വോട്ടുകളിൽ തന്നെ നമ്മൾ നോക്കൂ, NDAയുടെ അൽഫോൺസ് കണ്ണന്താനം എത്ര വോട്ടാണ് പിടിച്ചത്? 1,30,000 വോട്ട് പിടിക്കുന്നു എന്ന് പറയുന്നു. അത് നിശ്ചയമായും ഈ 2 മുന്നണികളെയും ബാധിച്ചു കേട്ടോ. 2 മുന്നണികളെയാണ് ബാധിച്ചത്. ഇപ്പം ഹൈബീഡിനെ ബാധിച്ചില്ലായിരുന്നു, ഹൈബീഡൻ കുറച്ചുകൂടി വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുമായിരുന്നു. പക്ഷേ രാജീവും ആ വോട്ടിലേക്ക് കടന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് രാജീവിന്റെ വോട്ടിലേക്കും ഹൈബീഡിന്റെ വോട്ടിലേക്കും ഒരുപോലെ ഒരു സ്പോയിലർ എഫക്ട് ഉണ്ടാക്കി അൽഫോൺസ് കണ്ണന്താനം. പക്ഷേ ഇത്തവണ NDA ഇതുവരെയും കാൻഡിഡേറ്റിനെ പ്രഖ്യാപിച്ചിട്ടില്ല. 2020 പിന്തുണയാണോ, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തവുമല്ല. അപ്പോൾ രവി എന്നൊരു പേര് അവിടെ കേൾക്കുന്നുണ്ട്. രവി എന്നൊരു പേര് അവിടെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹൈബിക്ക് ഇത്തവണ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന്, ആധിപത്യമായിരിക്കും എന്നുള്ളതാണ്. ഒന്നാമത് ഈ ഷൈൻ ഒരു വലിയ പ്രധാനപ്പെട്ട വരാപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്പുറം ഇങ്ങോട്ടേക്ക് അത്ര എത്തിയിട്ടില്ല. ഫേമസ് ആണ്. അല്ല, ഞാൻ പറയുന്നത് ആളുകൾക്കിടയിലേക്ക് പറവൂർ ഫേമസ് ആണ്, അതിനിപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. വരാപ്പുഴ പാലത്തിന് ഇപ്പുറത്തേക്ക് കടന്നിട്ടില്ല എന്നൊരു പ്രതികരണം പലരും വന്നു വരികയാണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിനകത്ത് ചില ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അതുമില്ല. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ലത്തീൻ സഭയ്ക്ക് ഇപ്പോൾ ഇടത് സർക്കാരിനോടുള്ള എതിർപ്പ്, അപ്പോൾ ഒന്നടങ്കം UDF-ന് പിന്നിൽ. മാത്രമല്ല ഹൈബിയുടെ ചില പദ്ധതികൾ എത്രത്തോളം സ്വീകാര്യമായി എന്നുള്ളതാണ് യുവാക്കൾക്കിടയിൽ. ഈ മിനിസ്ട്രൽ കപ്പ് വിഷയമൊക്കെ ഉണ്ട്, അത് വലിയ വിപ്ലവകരമായ മാറ്റമായിരുന്നു. അത് വലിയ തോതിൽ തന്നെ യൂത്തിനിടയിൽ, പെൺകുട്ടികൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പ്രതിഫലിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലുള്ള ഹൈബിയും മനസ്സിലുള്ള ഷൈൻ ടീച്ചറും തമ്മിലുള്ള ഒരു മത്സരം, അതിനിടയിലേക്ക് മേജർ രവി കൂടി ലാൻഡ് ചെയ്യുമ്പോൾ സമുദായ വോട്ടുകൾ എങ്ങനെ സ്പ്ലിറ്റ് ആകും, അതാണ് എറണാകുളത്ത് നിന്ന് ഇനി അറിയാനുള്ളത്. പക്ഷേ നിശ്ചയമായും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഹൈബിയുടെ തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. ഹൈബിയുടെ തന്നെയാണ് ഒരു പക്ഷേ 26-ാം തീയതിക്ക് ശേഷം ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ വിജയിച്ചു വരാൻ പോകുന്ന എറണാകുളത്ത് നിന്ന് ഹൈബിയുടനായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആ വിലയിരുത്തൽ തന്നെയാണ് ഇടതുപക്ഷത്തിനുമുള്ളത്. പക്ഷേ പരമാവധി നല്ല മത്സരം കാഴ്ചവെക്കുക. മാത്രമല്ല 2 സീറ്റുകൾ മാത്രമാണ് ഇടതുമുന്നണി വനിതകൾക്ക് നീക്കിവെച്ചത്. അതിൽ ഒന്ന് വടകരയിൽ KK ശൈലജയാണ്, മറ്റൊന്ന് എറണാകുളത്ത് KJ ഷൈനാണ്. അപ്പോൾ ഒരു വനിതാ മത്സരാർത്ഥിയായി വരുമ്പോൾ പരമാവധി വോട്ട് പിടിക്കട്ടെ എന്ന് നമുക്കെങ്കിലും ഒന്ന് ആശംസിക്കാം. ഉണ്ണിസാർ ഹൈബി എന്ന് ഉറപ്പിച്ചു നിൽക്കുകയാണ്. മൃഗീയാധിപത്യത്തിനാണ് നമുക്ക് ഇപ്പോൾ സാധ്യതകളാണല്ലോ നമ്മൾ താല്പര്യമല്ലോ. ആ സാധ്യതകളിൽ ഹൈബിയുടെ വലിയ ഒരു അഡ്വാൻറ്റേജ് എറണാകുളത്തുണ്ട്. അത്
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, എറണാകുളത്തെ സാമുദായിക സമവാക്യങ്ങൾ നൽകുന്ന ഒരു പിന്തുണ യു ഡി എഫിനുണ്ട്. രണ്ട്, ഒരു നല്ല പെർഫോമറുമാണ് ഹൈബി ഈഡൻ ഒരു ജനകീയനാണ്, യുവാവാണ്, ആളുകൾക്കിടയിൽ സർവ്വസമ്മതനാണ്. നിങ്ങളിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ യുവജനങ്ങൾക്കിടയിൽ പിന്നെ വലിയൊരു എന്താ പറയുക ഒരു പിന്തുണ നേടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങൾ ഹൈബി ഈഡന് അനുകൂലമായി നിൽക്കുമ്പോൾ ഷൈൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അത്ര പോപ്പുലറായ ഒരു സ്ഥാനാർത്ഥിയല്ല മണ്ഡലത്തിൽ. പിന്നെ ഈ പറഞ്ഞ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച ലത്തീൻ സഭയുടെ ഒരു സർക്കാരിനോടുള്ളൊരു എതിർപ്പ്, അതുപോലെ പൊതുവേ നമ്മൾ മണ്ഡലത്തിൽ കാണുന്ന ഒരു സർക്കാർ വിരുദ്ധ തരംഗം, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നിശ്ചയമായും ഹൈബി ഈഡനാണ് ഈ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് ഏറ്റവും സാധ്യത. അപ്പോൾ നമ്മൾ എറണാകുളം ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നത് ഹൈബി ഈഡനാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യത വിജയിക്കാനും. അതുപോലെ തന്നെ വിജയിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 2 ലക്ഷത്തിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. അടുത്തത് വടക്കോട്ടാണ്, കണ്ണൂരാണ്. കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തെറ്റിയാൽ കൈവിട്ടു പോകുന്ന മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. CPIM-ന്റെ നെറ്റിയിലെ തിലകക്കുറിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ എന്ന തിലകം ഏറ്റവും കൂടുതൽ അണിഞ്ഞത് പക്ഷേ കോൺഗ്രസ് ആണ്. 77-ൽ മണ്ഡലം നിലവിൽ വന്നത് മുതൽ 8 തവണ മൂവർക്കൊടി പാറിയപ്പോൾ ചെങ്കൊടി ഉയർന്നത് 4 തവണയാണ്. ഇത്തവണ മുന്നണികൾ തെരഞ്ഞെടുപ്പ് കളത്തിലിറങ്ങുമ്പോൾ കണ്ണൂർ പ്രവചനാതീതമാണെന്ന് പറയാതെ വയ്യ. കാരണം സുധാകരനും ജയരാജനും രണ്ടുപേർക്കും വലിയ പിന്തുണ, പാർട്ടി പിന്തുണ. അപ്പോൾ കേഡർ വോട്ടുകൾ വിധി നിശ്ചയിക്കാൻ പോവുകയാണ് ഇക്കുറി കണ്ണൂരിൽ കോൺഗ്രസ് വിട്ടെത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ് BJP രംഗത്തിറക്കിയിരിക്കുന്നത്. സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. 2024 കണ്ണൂരിൽ നിന്ന് നമ്മുടെ മുന്നിലേക്ക് വിധി തേടിയെത്തുന്നത് ഇവർ 3 പേരുമാണ്. കെ സുധാകരൻ സിറ്റിംഗ് MP വീണ്ടും ഇറങ്ങുന്നു. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ വീണ്ടും ഇറക്കുന്നു. അതോടൊപ്പം തന്നെ MV ജയരാജൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിൽ ജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. C രഘുനാഥ് നമുക്കറിയാവുന്നതുപോലെ കോൺഗ്രസിലായിരുന്നു, കെ സുധാകരന്റെ വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ചയാളാണ്. അതേ C രഘുനാഥിനെ മറുപാളയത്തിൽ എത്തിച്ച് BJP സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോൾ രഘുനാഥ് ചോർത്താൻ പോകുന്ന വോട്ടുകൾ ആരെ തുണയ്ക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. 2019-ൽ കെ സുധാകരന്റെ വിജയം എങ്ങനെയായിരുന്നു? ഒരു തരംഗത്തിനൊപ്പം ഒരു തിരമാല പോലെ വോട്ട് ഉയർത്തിയോ സുധാകരൻ? നോക്കാം തെരഞ്ഞെടുപ്പ് ഫലം. 2019-ലെ തെരഞ്ഞെടുപ്പ് ഫലം, വോട്ട് കണക്കാണ് നമുക്ക് ഇനി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. 5 ലക്ഷം കടന്നു കെ സുധാകരന്റെ വോട്ട് പിടുത്തം. അതിങ്ങനെ ഉയർന്നു പോയപ്പോൾ PK ശ്രീമതിയുമായുള്ള അന്തരവും വലുതായി. അങ്ങനെയാണ് കണ്ണൂരിൽ കെ സുധാകരൻ വിജയത്തിലേക്ക് എത്തുന്നത്. ആ വോട്ടിന്റെ കൃത്യമായ കണക്കിതാ വന്നു കഴിഞ്ഞു. ആ നോക്കിക്കഴിഞ്ഞാൽ 5,29,141 വോട്ടുകൾ കെ സുധാകരൻ സ്വന്തമാക്കുമ്പോൾ PK ശ്രീമതിക്ക് പിടിക്കാൻ കഴിയുന്നത് 4,35,182 വോട്ടുകളാണ്. CK പത്മനാഭനായിരുന്നു BJPക്ക് വേണ്ടി കളത്തിലിറങ്ങിയത്. 68,509 വോട്ടുകൾ CK പത്മനാഭന് പിടിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഭൂരിപക്ഷം 1 ലക്ഷം എത്തിയില്ല, പക്ഷേ തൊട്ടരികെയാണ്. 94,559 കെ സുധാകരന്റെ ഭൂരിപക്ഷം. വോട്ട് ശതമാനത്തിലും അന്തരമുണ്ടാകുമെന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ടന്തരം 9%. 50.22% വോട്ടുകൾ UDF സ്വന്തമാക്കിയപ്പോൾ LDF 41.26%, NDA 6.5% എന്ന ഏറ്റവും കുറഞ്ഞ മാർജിനിലേക്ക് ഒതുങ്ങുന്നത് നമ്മൾ കണ്ണൂരിൽ കണ്ടു. ഇനി 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരാം. നിയമസഭയിൽ കണ്ണൂർ എന്ന് പറയുമ്പോൾ ചുവന്നാണോ കിടന്നത്? അതിൽ UDF-ന് എത്രത്തോളം പ്രാതിനിധ്യം കിട്ടി എന്നതാണ് അറിയേണ്ടത്. കണ്ണൂരിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ തളിപ്പുറമ്പും ഇരിക്കൂറും അഴീക്കോടും കണ്ണൂരും ധർമ്മടവും മട്ടന്നൂരും പേരാവൂരും ചേർന്ന കണ്ണൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭയിൽ പേരാവൂരും അതോടൊപ്പം ഇരിക്കൂറും മാത്രമാണ് UDF-നൊപ്പം നിന്നത്. 5-2 എന്നതാണ് കണ്ണൂരിലെ ടാലി. അപ്പോൾ കണ്ണൂരിന്റെ ഒരു മത്സര ചിത്രം 2021-ലെയും 2019-ലേതും ഏറെക്കുറെ വ്യക്തമാണ്. ഇനി അറിയേണ്ടത് സാമുദായിക വോട്ടുകൾ എത്ര ശതമാനം വീതമുണ്ട് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ എന്നാണ്. ഈ സാമുദായിക വോട്ടുകൾ ആരെ തുണയ്ക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദു വോട്ടുകൾ 61.3% കണ്ണൂരിലുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ 12.1%. മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. 26.5% മുസ്ലിം വോട്ടുകൾ ഇക്കുറി ഇടത്തേക്ക് അടുക്കുമോ? സംസ്ഥയുടെ അടുപ്പം അതാർക്ക് ഗുണം ചെയ്യും? മറ്റുള്ളവർ 0.1%വുമാണ് കണ്ണൂരിലുള്ളത്. കണ്ണൂരിൽ ഇത്തവണ കണ്ണ് തെറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? നോക്കൂ, ഇത് കണ്ണൂരിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യം വെച്ചാൽ 2009 കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ച് ജയിക്കുന്നത് KK രാഗേഷിനോടാണ്. അന്ന് കെ സുധാകരൻ്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാണെന്നറിയോ? 50%. അന്ന് രാഗേഷ് തോൽക്കുമ്പോൾ 45% രാഗേഷിൻ്റെ വോട്ടിംഗ് ശതമാനം. വീണ്ടും അടുത്ത 2014 തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ തോൽക്കുന്നുണ്ട്. അഭിജയിച്ചത് PK ശ്രീമതിയാണ്. അന്ന് PK ശ്രീമതിക്ക് കിട്ടിയത് 45%. അതായത് രാഗേഷ് തോക്കുമ്പോൾ എത്ര ശതമാനമാണോ കിട്ടിയത് അത്രയും തന്നെയാണ് PK ശ്രീമതിക്ക് കിട്ടിയത് ജയിക്കുമ്പോൾ. എന്നാൽ പിന്നെ 45% തന്നെയാണ്
സുധാകരന് കിട്ടിയത്. മറ്റേത് 45.1%. അതായത് 6000 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് ശ്രീമതി ടീച്ചർ അവിടെ ജയിക്കുന്നത്. വീണ്ടും 2019 നോക്കൂ, 50% പിടിച്ചു പിന്നെ സുധാകരൻ. 45% പിന്നെ തോറ്റപ്പോഴും അതായത് ആ 5%. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ 5% എങ്ങനെയാണ് സുധാകരൻ മാനേജ് ചെയ്യുന്നത്? ഇപ്രാവശ്യം കണ്ണൂരിൽ നിന്ന് വന്ന അവസാനത്തെ പ്രതികരണം സി കെ പത്മനാഭൻ്റെ വളരെ പ്രധാനമാണ്. സി കെ പത്മനാഭൻ പറഞ്ഞൊരു കാര്യം എന്താണ്? പുതുതായി വരുന്നവർക്ക്, മറ്റു പാർട്ടികളൊക്കെ വിട്ട് വരുന്നവർക്ക് വലിയ പദവികൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതിനെക്കുറിച്ച് പത്മജ വന്നപ്പോഴും അതിനടക്കം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ സുജയ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി കെ പത്മനാഭനായിരുന്നു അവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി എന്നത് വളരെ ശ്രദ്ധേയമാണ്. അത്രേ വോട്ടുള്ളൂ. അപ്പം എപ്പോഴും ശരിക്കും പറഞ്ഞാൽ അത്രയല്ല വോട്ട് അവിടെ ബി.ജെ.പിക്ക് അത്രയല്ല വോട്ട്. കെ സുധാകരൻ ജയിക്കുമ്പോഴൊക്കെ ബി.ജെ.പിയിൽ നിന്നൊരു സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് വോട്ട്സ് സുധാകരൻ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം അതാണ് ഈ 50%, 45-50% ഈ 5% ഡിഫറൻസ് വിജയിക്കുമ്പോഴൊക്കെ സുധാകരൻ ഉണ്ടാക്കുന്ന ആ അർത്ഥത്തിലാണ്. ഇവിടെ സി രഘുനാഥ് അവിടെ മത്സരിക്കുന്നത് അല്ല, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രവുമല്ല, ഈ സി രഘുനാഥ് വരുന്നത് വഴി വീണ്ടും സി കെ പത്മനാഭൻ പറയുന്ന പ്രശ്നം ബി.ജെ.പിക്കുള്ളിലുണ്ടെങ്കിൽ ഇത് മാനേജ് ചെയ്യാതെ തന്നെ സുധാകരനിലേക്ക് ആ വോട്ട് കൂടി വരാനുള്ള സാധ്യതയുണ്ട്. ആ അർത്ഥത്തിലാണ് സുധാകരന്റെ ഒരു സാധ്യത ഞാൻ അവിടെ കാണുന്നത്. വലിയ ടൈറ്റായ മത്സരം. സി രഘുനാഥ് ആണല്ലോ കെ സുധാകരന്റെ പ്രചാരണം മുന്നിൽ നിന്ന് നയിച്ചത്. അങ്ങനെയാണെങ്കിൽ മാഡം സി രഘുനാഥ് കോൺഗ്രസിൽ നിന്നും കുറെ വോട്ട് ഇപ്പുറത്തേക്ക്, കുറച്ച് വോട്ടുകൾ സി രഘുനാഥിലേക്ക് പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് അറിയാനാകുന്നത് കെ സുധാകരൻ അല്പം മുന്നിലാണ്. ഈ ടൗൺ ഏരിയയിലായാലും മലയോര മേഖലകളിലായാലും സുധാകരന് വലിയ സ്വാധീനമുണ്ട്. സുധാകരൻ എങ്ങനെയാണ് അവിടെ വലിയ നേതാവാകുന്നത്? CPM വിരുദ്ധത കൊണ്ടാണ്. CPM-നെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയുന്ന കോൺഗ്രസ് നേതാവ്, അത് പ്രസംഗത്തിലൂടെയും ആ പ്രസംഗങ്ങളുടെയൊക്കെ ഒരു ശക്തി അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ സുധാകരൻ CPM വിരുദ്ധനാണ്. CPM വിരുദ്ധനായ നേതാവ്, ആ CPM വിരുദ്ധതയാണ് അവിടെ വോട്ടാവുക. നമുക്കറിയാം അവിടെ ഇപ്പോൾ ഈ RSS-മായി ബന്ധപ്പെട്ട RSS-മായി നീക്കുപോക്കുണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങളൊന്നും പക്ഷേ അവിടെ ലീഗിൽ ഏൽക്കുന്നില്ല എന്നുള്ളതാണ്. ലീഗ് അണികൾ ഇപ്പോൾ ആ രൂപത്തിൽ സുധാകരന് പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. യൂത്ത് ലീഗും ഡിവൈഎഫും തമ്മിലാണ് വലിയ സംഘർഷം നടക്കുന്നത്. 26% മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ ഇൻഡാക്റ്റായി പോൾ ചെയ്യപ്പെട്ടാൽ പിന്നെ പ്രശ്നങ്ങളേ ഇല്ല, അവിടെ ഈസിയായിട്ട് ജയിച്ചു വരാം. പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് ഒരു പ്രശ്നമുണ്ടല്ലോ, സമസ്തയിലുള്ള ഒരു യോജിപ്പും തർക്കങ്ങളും വിയോജിപ്പും തർക്കങ്ങളും ഒക്കെ നിൽക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ബി.ജെ.പിയെ പ്രതിരോധിക്കുന്നതിൽ കുറച്ചുകൂടി മുൻകൈ എടുക്കുന്നത്, ശക്തമായ പോരാട്ടം നടത്തുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ് എന്നൊരു തോന്നലോടി ശക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വികാരങ്ങളെല്ലാം അനുകൂലമായി പ്രവർത്തിക്കുക ജയരാജന് അനുകൂലമായിട്ടാണ്. ജയരാജന് വേണ്ടി അവിടെ പാർട്ടി ആ രൂപത്തിൽ പ്രവർത്തിക്കേണ്ടത്. സൈബർ വിങ്, ന്യൂ മീഡിയ ഒക്കെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണത് അല്ലെ, പിണറായി വിജയന്റെ മണ്ഡലം. LDF കൺവീനറിന്റെ മണ്ഡലമാണ്, EP ജയരാജന്റെ മണ്ഡലമാണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദന്റെ മണ്ഡലമാണ്. ആ അർത്ഥത്തിലൊക്കെ കണ്ണൂർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് CPM-നെ സംബന്ധിച്ച്. കണ്ണൂർ ഇക്കുറി കൂടി, അതായത് തുടർ ഭരണം കിട്ടിയതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ മാനത്തോട്ട് നോക്കിയിരുന്നാൽ മതി. 2026 അത് ബാധിക്കും. അത് CPM-ന് നന്നായി അറിയാം. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുമ്പോഴത്തേക്കും വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ് കേരളത്തിൽ. അതിശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ എന്ന് പറയുന്നതിനകത്ത് ഒരു സംശയവും വേണ്ട. പോരാട്ടമാണ് സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ MV ജയരാജൻ ഈ പറയുന്ന അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാണ്. എറണാകുളം പറഞ്ഞതുപോലെ കൃത്യമായി കെ സുധാകരന് ഭൂരിപക്ഷം ഉയർത്താൻ കഴിയും, അല്ലെങ്കിൽ സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ പ്രയാസമാണ്. ഒരു സാധ്യത ഇല്ല എന്നാണ്. കാരണം MV ജയരാജൻ അത്രയധികം മുന്നോട്ടേക്ക് പോയിരിക്കുകയാണ്. അത് പ്രചാരണത്തിന്റെ കാര്യത്തിലായാലും സംഘടനാ സംവിധാനത്തെ താഴെത്തട്ടിൽ ഒരുമിപ്പിച്ച് അണിനിരത്തുന്ന കാര്യത്തിലായാലും മുസ്ലിം വോട്ടുകൾ കൃത്യമായി പ്രീണിപ്പിച്ച് ഇടത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിലായാലും കണ്ണൂരിൽ കുറച്ച് MV ജയരാജൻ കാര്യമായി തന്നെ മുന്നേറാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഈ ആദ്യഘട്ടത്തിൽ. അതാണ് MV ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ചില എന്താ പറയുക, ചില സമവാക്യങ്ങളൊക്കെ തെറ്റിയ ഒരു പാർട്ടി തന്നെയാണ് കണ്ണൂരിലെ ജില്ലാ CPM എന്ന് പറയുന്നത്. അതിനകത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും തമ്മിൽ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചില തർക്കങ്ങൾ ആ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു. പക്ഷേ MV ജയരാജനെ പോലെ ഒരാൾ മത്സരിക്കുമ്പോൾ, പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് മത്സരിക്കുമ്പോൾ ഒറ്റക്കെട്ടായ മിഷണറി പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഇപ്രാവശ്യം എന്ന് പറയുന്നത് നിശ്ചയമായും ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നൊരു വിജയം ഉണ്ടാകുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യതയാണ്. കണ്ണൂരിൽ വിജയിച്ചു വന്നാൽ പല കാര്യങ്ങൾക്കും CPM-ന് മറുപടിയായി. ആ അർത്ഥത്തിൽ വളരെ ശക്തമായ പോരാട്ടമാണ്, ആ ശക്തമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. പിന്നെ ഈ പറയുന്ന ഈ BJP-യിലെ വോട്ട് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യപ്പെടും, സി രഘുനാഥ് വരുന്നത് വഴി BJP-ക്കാർക്ക് ഒരു താല്പര്യക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ആ വോട്ട് എങ്ങോട്ട് പോൾ ചെയ്യപ്പെടും, ഇത്തരത്തിലുള്ള അടിയൊഴുക്കുകളാണ് യഥാർത്ഥത്തിൽ
കണ്ണൂരിലെ തീരുമാനത്തെ കണ്ണൂരിലെ അപ്പോൾ വോട്ടിങ്ങിനെ ചുരുക്കി പറഞ്ഞാൽ തീരുമാനിക്കാൻ ഉണ്ണി സർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ BJP തീരുമാനിക്കും ആര് ജയിക്കണമെന്ന്. BJP-യിലെ വോട്ട് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല ലീഗ് വോട്ട് നിശ്ചയമായും ലീഗ് വോട്ടിന്റെ കാര്യം അത് വളരെ പ്രധാനമാണ്. ലീഗിന്റെ വോട്ട്, മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് എൻ ബ്ലോക്ക് ആയിട്ട് UDF-നൊപ്പം നിൽക്കുകയും കുറേയൊക്കെ BJP വോട്ടുകൾ UDF-ന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് സുധാകർ ഒരു അഡ്വാൻറ്റേജിയസ് പൊസിഷനിലേക്ക് വരുന്നത്. അല്ലാത്ത പക്ഷം അവിടെ വളരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. പ്രവചനാതീതമാണ് എന്ന് വേണം. അതെ, സി രഘുനാഥ് കൂടുതലായി വോട്ട് പിടിച്ചാൽ MV ജയരാജന് കാര്യങ്ങൾ എളുപ്പമാകും എന്ന ഫാക്ടർ കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൂരിലെ കഥയാണ് നമ്മൾ വിശദമായി തന്നെ വിശകലനം ചെയ്തത്. കണ്ണൂരിൽ നിന്ന് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥലത്തേക്ക് തന്നെ പോകാം, തെക്കോട്ട് വരുന്നില്ല, മലപ്പുറത്തേക്ക്. മലപ്പുറം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണല്ലേ? തനിച്ചു നിന്നാലും ലീഗ് വിജയിക്കുന്ന മണ്ഡലമാണ്, അത്രയ്ക്കുറപ്പാണ്. മലപ്പുറത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രവും കണക്കും എന്നും പച്ച പതച്ചു തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പുകളടക്കം 19 എണ്ണത്തിൽ 18 ജയിച്ചത് മുസ്ലിം ലീഗാണ്. അപ്പോൾ നമുക്ക് 2024 സ്ഥാനാർത്ഥികളെ സ്വാഗതം ചെയ്യാം. മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണെങ്കിലും അവിടെ ശക്തമായ ഒരു മത്സരം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വിശകലനത്തിലേക്ക് പോകുന്നത്. ET മുഹമ്മദ് ബഷീറാണ് ഇക്കുറി മലപ്പുറത്ത് ലീഗിന് വേണ്ടി ഇറങ്ങുന്നത്. വി വസീഫ്, CPIM-ന്റെ യുവനിരയിലെ പ്രമുഖൻ വി വസീഫാണ് ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നത്. BJP-ക്ക് വേണ്ടി ഡോക്ടർ അബ്ദുൽ സലാം സ്ഥാനാർത്ഥിയായി എത്തുന്നു. അബ്ദുൽ സലാമിന്റെ റോഡ് ഷോയിൽ അദ്ദേഹം വാഹനത്തിൽ കയറാത്തതൊക്കെ വലിയ വിവാദമാക്കിയ ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്ന് നമുക്കറിയാം. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നമ്മൾ വരാം. 2019 തെരഞ്ഞെടുപ്പ് ഫലം അത് എത്രമാത്രം ലീഗിന് ആത്മവിശ്വാസം നൽകുന്നതാണ് എന്നത് നമുക്ക് നോക്കണം. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരണം. കാരണം PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ച ശേഷം ഉപതെരഞ്ഞെടുപ്പ് നടന്ന ലോക്സഭാ മണ്ഡലമാണ് മലപ്പുറം. 2019 തെരഞ്ഞെടുപ്പ് ഫലം നിൽക്കുന്നത് ഇങ്ങനെയാണ്. PK കുഞ്ഞാലിക്കുട്ടി അന്ന് നേടിയ വോട്ടുകൾ 5,89,873 ഇടതുപക്ഷത്തിന് വേണ്ടി അന്ന് VP സാനുവാണ് ഇറങ്ങിയത്. 3,29,720 വോട്ടുകൾ VP സാനു പിടിച്ചു. ഉണ്ണികൃഷ്ണനായിരുന്നു NDA സ്ഥാനാർത്ഥി. 82,332 വോട്ടുകളാണ് NDAക്ക് അവിടെ മലപ്പുറത്ത് കിട്ടിയത്. ഭൂരിപക്ഷം എന്ന് പറയുന്നത് 2.5 ലക്ഷം കടന്നു. 2,60,153 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. അത് കഴിഞ്ഞ് നിയമസഭയിലേക്ക് അദ്ദേഹം പോകുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 2021 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തിറങ്ങുന്നു അബ്ദുൾ സമദ് സമദാനിക്ക് അന്ന് കിട്ടിയത് 5,38,248 വോട്ടുകളാണ്. ഇടത് സ്ഥാനാർത്ഥിക്ക് മാറ്റമില്ല. VP സാനു തന്നെ. സാനു വോട്ട് ഉയർത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. 4,23,633 വോട്ടുകളാണ് VP സാനു നേടിയത്. AP അബ്ദുള്ളക്കുട്ടിയാണ് NDAക്ക് വേണ്ടി ഇറങ്ങിയത്. 68,935 വോട്ടുകളാണ് AP അബ്ദുള്ളക്കുട്ടിക്ക് മലപ്പുറത്ത് സമാഹരിക്കാൻ കഴിഞ്ഞത്. ഭൂരിപക്ഷം 1,14,692 അവിടെ കുറയ്ക്കാൻ VP സാനു എന്ന യുവരക്തത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇനി വോട്ട് ശതമാനത്തിലേക്ക് കൂടി വരികയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് ശതമാനമാണ് നമ്മൾ പരിശോധിക്കുന്നത്. UDF-നും LDF-നും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ് എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇതിനകം മനസ്സിലായി കാണും. 57.01% UDF നേടുമ്പോൾ LDF-ന് സമാഹരിക്കാൻ കഴിയുന്നത് 31.87%. അതായത് 26% വ്യത്യാസം അവിടെ സംഭവിക്കുകയാണ്. NDAക്ക് 7.96%. 2021 ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ട് ശതമാനം കൂടി പറയാം. കാരണം തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പ് അതാണല്ലോ. അപ്പോൾ 2021 ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ അതിൽ എത്ര അന്തരമുണ്ട്? അന്തരം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിശ്ചയമായും. UDF-ന് 48.96, LDF 38.53, NDA 6.27, അതായത് 10% കുറയുന്നു. ഇനി 2021 വരാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് മലപ്പുറത്തെ 7 നിയോജക മണ്ഡലങ്ങൾ ചിന്തിച്ചത്? കൊണ്ടോട്ടിയും മഞ്ചേരിയും പെരിന്തൽമണ്ണയും ഒക്കെയുള്ള മലപ്പുറത്തിന്റെ മണ്ണ് ചിന്തിച്ചത് എങ്ങനെയാണ് എന്ന് നോക്കിയാൽ ഉത്തരം വ്യക്തമാണ്. പൂർണ്ണമായും UDF-നൊപ്പമാണ്, അല്ലെങ്കിൽ ലീഗിന്റെ പൊന്നാപുരം കോട്ടയെന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. കൊണ്ടോട്ടിയും മഞ്ചേരിയും പെരിന്തൽമണ്ണയും മങ്കടയും മലപ്പുറവും വേങ്ങരയും വള്ളിക്കുന്നുമെല്ലാം UDF-നൊപ്പം തന്നെയാണ്. സാമുദായിക വോട്ടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കറിയാം മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. അവിടെ സാമുദായിക വോട്ടുകൾ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ ലീഗിനുള്ള ആധിപത്യം തുടരാൻ തന്നെയാണ് സാധ്യതയും. ഹിന്ദു വോട്ടുകൾ 30.6% മലപ്പുറത്ത്. ക്രിസ്ത്യൻ വോട്ടുകൾ 0.9% മാത്രം. മുസ്ലിം വോട്ടുകൾ ഭൂരിപക്ഷമാണ് 68.3%. മറ്റുള്ളവർ 0.2%. മലപ്പുറത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് എല്ലായ്പ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പിലും കേൾക്കാറുള്ളതാണ്. അത്ഭുതം ഉണ്ടാകാൻ സാധ്യത. പക്ഷേ 2021 സാനു വോട്ട് ശതമാനം അല്ലെങ്കിൽ ആ അന്തരം കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു പ്രധാന നല്ല സ്ഥാനാർത്ഥിയായിരുന്നു.
അതെ, നോക്കൂ, ഇപ്പം 2019 2 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കുഞ്ഞാലിക്കുട്ടി അവിടെ നേടുമ്പോൾ 2021 ഉപതെരഞ്ഞെടുപ്പിൽ അത് 1,14,000 കുറയുന്നു. അതായത് നേർ പകുതിയായിട്ട് ഭൂരിപക്ഷം കുറയുന്നു. അത് യഥാർത്ഥത്തിൽ ലീഗിന്റെ വോട്ട് കുറയുന്നതുകൊണ്ടല്ല, മറിച്ച് സാനുവിന്റെ വോട്ട് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇടതുപക്ഷം നന്നായി പെർഫോം ചെയ്ത ഒരു ഇലക്ഷനാണ് 2021 നടന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു തരംഗം അപ്പോൾ അവിടെ ഉണ്ട് താനും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സംസ്ഥാനത്തുടനീളം ഒരു ഇടതുപക്ഷ തരംഗം നിൽക്കുന്ന സമയത്താണ് ആ പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. അതായത് ആ കോവിഡിന് ശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. ആ അർത്ഥത്തിലാണ് ആ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമുക്കറിയുന്നത് പോലെ 2004 ടി കെ എംസ് ജയിച്ചതൊഴിച്ചാൽ മലപ്പുറം ഒരിക്കലും പിന്നെ ലീഗിനെ കൈവിട്ടിട്ടില്ല. ഹംസയിൽ നിന്ന് പിന്നീട് അത് 2004 എനിക്ക് തോന്നുന്നത് 18 സീറ്റും പിന്നെ LDF പിടിച്ച ആ LDF തരംഗത്തിലാണ് അന്ന് മഞ്ചേരിയായിരുന്നു അല്ലേ ടി കെ ഹംസ അത് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം പിന്നെ അഹമ്മദ് ഹംസയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നു. വീണ്ടും മലപ്പുറം ലീഗിന്റെ കോട്ടയായി തന്നെ തുടരുന്നു. അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പ് എക്സെപ്ഷനായി എടുത്താൽ ബാക്കി എല്ലാ സമയത്തും ലീഗിനെ കൈവിടാതിരുന്ന, ലീഗിനെ എപ്പോഴും പിന്തുണച്ചിട്ടുള്ള, ലീഗിന്റെ ഏറ്റവും ശക്തമായ കോട്ട എന്ന് തന്നെ പറയാവുന്ന മലപ്പുറത്ത് ഇപ്രാവശ്യവും യാതൊരു അട്ടിമറിക്കും സാധ്യതയില്ല. സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി തമ്മിലുള്ള സ്വിച്ച് ഓവർ ഇല്ലേ മലപ്പുറം അതുണ്ട്, ശരിയാണ്. പൊന്നാനിയിൽ നിന്ന് ET മുഹമ്മദ് ബഷീർ മലപ്പുറത്തേക്ക് വരുന്നു, സ്വന്തം നാട്ടിലേക്ക് വരുന്നു, കുറച്ചുകൂടെ സ്വസ്ഥമായി. മാത്രമല്ല ഞാൻ ചോദിച്ചത് വോട്ട് കൂടുമോ എന്നുള്ളതാണ്. സ്വന്തം നാട്ടിൽ വരുമ്പോൾ കൂടാൻ സാധ്യതയൊക്കെ ഉണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് ഒപ്പം എത്തുമോ? അതിലും മേലെ ആവാൻ സാധ്യതയുണ്ട്. കാരണം ഈ സമസ്തയിലെ പ്രശ്നങ്ങൾ ET ബാധിക്കാൻ സാധ്യത കുറവാണ്. സമസ്തയിലെ ഒരു സർവ്വസമ്മതനായ നേതാവാണ് ET മുഹമ്മദ് ബഷീർ. പിന്നെ കോട്ടക്കലാണ് അബ്ദുൾ സമദ് സമദാരിയുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ കോട്ടക്കൽ വരുന്നത് പൊന്നാനി മണ്ഡലത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും ജന്മദേശത്തേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സമദാനി പിന്നെ പൊന്നാനിയിലേക്ക് വരുമ്പോൾ കുറച്ച് പോയിന്റ് സൂക്ഷിച്ചു വെക്കണം. ശരി, പക്ഷെ അപ്പോൾ ഇതൊരു ഫോർഗോൺ കൺക്ലൂഷൻ ആണല്ലേ? ഇതിനകത്ത് യാതൊരു തർക്കത്തിന്റെയും കാര്യമില്ല. VP സാനു പിടിച്ചത്ര വോട്ട് വസീഫ് പിടിക്കുമോ എന്നുള്ളതാണ്. കാരണം വസീഫും മിടുക്കിനേക്കാൾ അപ്പുറം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ സാധ്യത കുറവാണ്. നല്ല ആൾക്കൂട്ടമുണ്ട് വി വസീഫിന്റെ റാലികളിൽ. അതൊക്കെ വോട്ടായി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം യൂത്ത് എന്ന് പറയുന്നത്, പിന്നെ PK കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ ET മുഹമ്മദ് ബഷീറോ എന്നുള്ള ചോദ്യത്തിന് PK കുഞ്ഞാലിക്കുട്ടിയുടെ അത്രയും അക്സെപ്റ്റൻസും അത്രയും വോട്ട് ഉയർത്താനും ETക്ക് കഴിയുമോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം PK കുഞ്ഞാലിക്കുട്ടി കുറച്ചുകൂടി നോൺ ഫിഗറാണ്, നന്നായി രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ വ്യക്തികളുമായി അടുപ്പം സൂക്ഷിക്കാൻ. ലീഗിന്റെ നിലപാട് എടുക്കാത്ത ചില വിഷയങ്ങളൊക്കെ വരുമ്പോഴൊക്കെ നിലപാട് പറയുന്ന ഒരാളായിട്ട് ET വന്നിട്ടുണ്ട്. അതായത് ലീഗിനകത്തെ ലീഗ് അണികളുടെ വികാരം മനസ്സിലാക്കിയുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. എന്തായാലും പലപ്പോഴും അങ്ങനെയല്ലാത്തൊരു പ്രതികരണമാണ് PK കുഞ്ഞാലിക്കുട്ടി. രണ്ട് കാര്യങ്ങളോട് നമ്മളൊന്ന് പറഞ്ഞു പോകണം അവിടെ മലപ്പുറത്ത്. ഒന്ന്, ഈ CAA വിഷയം, അക്കാര്യം ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. 2, UCC യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം. ഈ രണ്ട് വിഷയങ്ങളിലും ഇടതുപക്ഷം എടുത്തിരിക്കുന്ന നിലപാടും മുൻകൈയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് മാത്രവുമല്ല, നിങ്ങൾ നോക്കിയാൽ മലപ്പുറത്ത് ഈ നവകേരള സദസ്സ് വലിയ രീതിയിൽ കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് സംശയമില്ല. കാരണം വെച്ചാൽ അവിടെ നല്ല ജനപിന്തുണ ഉറപ്പാക്കുന്നതിൽ CPM വിജയിച്ചിട്ടുമുണ്ട് ഈ നവകേരള സദസ്സ്. അതായത് ഒരു MLA പോലും ഇല്ലായിരുന്നിട്ടും ഈ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ അതാണ്. കാരണം വെച്ചാൽ അവിടെ ആ ജില്ലയിൽ തന്നെ MLA, ആ മണ്ഡലത്തിൽ തന്നെ ഒറ്റ MLA പോലും ഇല്ലല്ലോ. അപ്പോൾ സാധാരണ MLA-മാരാണല്ലോ അവിടെ ഹോസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ അതില്ല. അപ്പോൾ എല്ലാം പ്രതിപക്ഷത്തായിരുന്നതുകൊണ്ട് ആ MLA-മാരില്ലാതെ തന്നെ കറക്റ്റാണ് സുജയ പറഞ്ഞത്. ആ രീതിയിൽ വലിയ രീതിയിൽ നവകേരള സദസ്സ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധങ്ങളില്ലാതെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. MSF മലപ്പുറത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഒഴിച്ചാൽ അവിടെ അടിയും ബഹളമൊന്നും ഉണ്ടായില്ല. അടിയും പിടിയും വേണ്ട എന്ന് PK കുഞ്ഞാലിക്കുട്ടി എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു എന്താ പറയുക, നല്ല പെർഫോമൻസ് ആണ് 2021 മുതൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ അവിടെ വികസിച്ചു വരുന്നു. അബ്ദുൽ സലാം ഫാക്ടർ, അതായത് ഇതുവരെ പ്രഖ്യാപിച്ച പട്ടികയിലെ ഏക മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അബ്ദുൽ സലാമിന്റെ കാര്യം വലിയ കഷ്ടത്തിലായിപ്പോയി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹത്തിന് അപമാനിതനാകേണ്ടി വന്നു എന്ന് മാത്രവുമല്ല, ഈ അബ്ദുള്ളക്കുട്ടി ഉണ്ടാക്കിയ മാധ്യമ വ്യാഖ്യാനമാണെന്ന് കേൾക്കുന്നുണ്ട്. നമുക്ക് മിത്ത് എഡിറ്റേഴ്സിൽ എന്തായാലും വിശദമായി അത് ചർച്ച ചെയ്യാം. അദ്ദേഹം പരാതി കൊടുത്തൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതെ, പക്ഷേ ആ സമയത്ത് അദ്ദേഹം ഒരു ക്ഷീണിതനായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ഒരു മുന്നണിയെയും ഏത് മുന്നണിയുടെ ഭാഗമായിട്ട് മത്സരിക്കുന്നു, ഏത് പാർട്ടിയുടെ ഭാഗമായി മത്സരിക്കുന്നു, ആ പാർട്ടിക്കെതിരെയും ആ മുന്നണിക്കെതിരെയും ഒരു നിലപാടെടുത്തുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അബ്ദുൽ സലാം ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ടാവും. പക്ഷേ നാട്ടുകാർക്ക് ഇത് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ പറയുന്ന അബ്ദുള്ളക്കുട്ടി ഉണ്ടാക്കിയ അത്രയും ഇമ്പാക്ട് 2021 ഉണ്ടാക്കിയ ഇമ്പാക്ട് അബ്ദുൽ സലാം അവിടെ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ട്. ഏതായാലും മത്സരം കൃത്യമായി നടക്കുക ലീഗും CPM-ഉം തമ്മിലാണ്. അതിൽ വലിയ മേൽക്കൈ സ്വാഭാവികമായിട്ടും. സമസ്തയെ അടുപ്പിക്കാൻ LDF നടത്തിയ നീക്കങ്ങൾ, പ്രത്യേകിച്ചും CPIM നടത്തിയ നീക്കങ്ങൾ ഏക്കുമോ എന്നുള്ളത് വസീഫിന്റെ വോട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. CAA, UCC, സമസ്തയിലെ ഭിന്നിപ്പ്, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ കൃത്യമായി മലപ്പുറത്തെ റിസൾട്ട് നമുക്ക് ഒരു നല്ല സൂചന നൽകും. മലപ്പുറത്ത് അത്ഭുതങ്ങളൊന്നുമില്ല. അവിടെ ET മുഹമ്മദ് ബഷീർ ജയിച്ചു വരുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ഈ വോട്ടിന്റെ അന്തരം, അതാണ് പ്രശ്നം. അപ്പോൾ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് മലപ്പുറത്തെ തർക്കം. ആ ഭൂരിപക്ഷം നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാലേ അറിയാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് ഭൂരിപക്ഷം മാത്രമല്ല എല്ലാ വിഷയമായ ഒരു മണ്ഡലത്തിലേക്ക്
ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശൂർ താരമണ്ഡലം എന്ന് പറയാം. പൂരത്തിലെ കുടമാറ്റം പോലെ എംപിമാരെ മാറി മാറി തെരഞ്ഞെടുക്കുന്ന പതിവുണ്ട് തൃശൂരിന്. ആരുടെയും കുത്തകയാണെന്ന് ഇതുവരെ തീരെഴുതി കൊടുക്കാത്ത ശക്തന്റെ തട്ടകം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തെരഞ്ഞെടുപ്പ് പോരിന് ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ശക്തന്റെ തട്ടകത്തിൽ ഇക്കുറി ഇറങ്ങുന്നത് ആരാണ് എന്നുള്ളത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. കരുത്തരായ 3 പേരുടെ ഏറ്റുമുട്ടൽ. കെ മുരളീധരൻ വടകരയിലെ സിറ്റിംഗ് എം പി വന്ന് മത്സരിക്കുകയാണ് UDF-ന് വേണ്ടി തൃശ്ശൂരിൽ. സിറ്റിംഗ് എം പി TN പ്രതാപനെ മാറ്റി നിർത്തി കെ മുരളീധരനെ ഇറക്കുന്നു. കോൺഗ്രസ് VS സുനിൽകുമാർ CPI-യുടെ കരുത്തനായ മുഖം മുൻ മന്ത്രി LDF-ന് വേണ്ടി ഇറങ്ങുന്നു. സുരേഷ് ഗോപി മണ്ഡലത്തിൽ തുടർച്ചയായി തുടർന്നുകൊണ്ട് അവിടെ വോട്ടുറപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന താര സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെയും BJP ഫീൽഡ് ചെയ്യുന്നു. കടുത്ത മത്സരത്തിലേക്ക് പോകുന്ന തൃശ്ശൂരിൽ 2019-ലെ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. സുരേഷ് ഗോപി അക്കുറിയും മത്സര രംഗത്തുണ്ടായിരുന്നു. എത്ര വോട്ടാണെന്ന് മൂവർക്കും നേടാൻ കഴിഞ്ഞത്? TN പ്രതാപന് നേടാൻ കഴിഞ്ഞത് 4,15,089 വോട്ടുകളാണ്. രാജാജി മാത്യു തോമസ് ആയിരുന്നു CPI-ക്ക് വേണ്ടി LDF-ന് വേണ്ടി ഇറങ്ങിയത്. രാജാജി സ്വന്തമാക്കിയത് 3,21,456 വോട്ടുകൾ. സുരേഷ് ഗോപി 2,93,822 വോട്ടുകൾ പിടിച്ചു. അന്ന് TN പ്രതാപന് ലഭിച്ച ഭൂരിപക്ഷം 93,633 വോട്ടുകളുടേതാണ്. മുന്നണികളുടെ വോട്ട് ശതമാനത്തിലേക്ക് കൂടി വരാം. ഇനി 2019-ൽ എങ്ങനെയാണ് വോട്ട് അന്തരം നിൽക്കുന്നത് UDF-ഉം LDF-ഉം NDA-യും തമ്മിൽ? അതും വളരെ കൗതുകമുള്ള കണക്കാണ്. UDF അന്ന് സ്വന്തമാക്കിയ വോട്ട് വിഹിതം എന്ന് പറയുന്നത് 39.83%. LDF 30.85% നേടുന്നു. NDA 28.19%. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സർവകാല റെക്കോർഡിലേക്ക് NDA എത്തിയ വർഷമാണ് 2019. LDF-ഉം NDA-യും തമ്മിലുള്ള അന്തരം എന്ന് പറയുന്നത് 1.25% വോട്ടുകളുടേത് മാത്രമാണ് എന്നുള്ളതും 2ഉം 3ഉം തമ്മിലുള്ള അന്തരം അത്രമാത്രമാണ്. 2ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 9% വോട്ടുകളാണ്. അപ്പോൾ ശക്തമായ പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇക്കുറിയും നടക്കാൻ സാധ്യതയുള്ള തൃശൂർ ഒരു ത്രികോണ പോരാട്ടത്തിന്റെ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് പോകുന്നതിന്റെ കാഴ്ചയാണോ നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശകലനം ചെയ്യാം. അതിനു മുൻപ് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ എങ്ങനെയാണ് ചിന്തിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആകെ ചുവന്നു കിടക്കുകയാണ് തൃശൂർ. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എല്ലാം ചുവന്നു കിടക്കുന്ന തൃശൂർ ഇക്കുറി VS സുനിൽകുമാറിലേക്ക് ഇതേ രീതിയിൽ വോട്ടുകൾ എത്തിക്കുമോ എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ നിർണായകമാവുക സാമുദായിക വോട്ടുകളാണ്. തൃശ്ശൂരിലെ സാമുദായിക വോട്ടുകളുടെ കൂട്ടിവെക്കൽ അത് ഏത് ഭാഗത്തേക്ക് തിരിയുമെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായി വരുന്നു. ഹിന്ദു വോട്ടുകൾ 63.1%, ക്രിസ്ത്യൻ വോട്ടുകൾ 21.4%, മുസ്ലിം വോട്ടുകൾ 15.4%, മറ്റുള്ളവർ 0.1%. അങ്ങനെയാണ് തൃശ്ശൂരിന്റെ ഒരു സാമുദായിക വോട്ടുകളുടെ കണക്ക് കിടക്കുന്നത്. അപ്പോൾ എല്ലാം പ്രധാനപ്പെട്ടതാണ്, ഓരോ വോട്ടും പ്രധാനപ്പെട്ടതാണ്, ഓരോന്നും എങ്ങോട്ട് പോകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അല്ലേ ഉണ്ണി സാർ? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധയോട് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം. അപ്പം അതെന്തുകൊണ്ടാണ് ഏറ്റവും കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് ആ തൃശ്ശൂരിനെ ഏറ്റവും കൗതുകമുള്ളാക്കുന്നതെന്ന് മാത്രവുമല്ല, സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിൽ BJPയുടെ വോട്ട് ഉയർത്തുകയും ഏതാണ്ട് 2ാം സ്ഥാനവും 3ാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസമില്ലാതെ ഫിനിഷ് ചെയ്യുകയും ചെയ്തു എന്നുള്ളത് അതാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ് 2024 സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റവും ആദ്യം BJP പ്രഖ്യാപിച്ചത്. ആരാ പ്രഖ്യാപിക്കുന്നത്? അമിത്ഷാ വന്ന് പ്രഖ്യാപിക്കുന്നു, പിന്നെ നരേന്ദ്രമോദി വന്ന് പ്രഖ്യാപിക്കുന്നില്ല, പക്ഷേ ഒപ്പം ഇരുത്തിക്കൊണ്ട് ആ സന്ദേശം നൽകുന്നതെന്ന് മാത്രവുമല്ല ഒരു വലിയ വാഗ്ദാനമല്ലേ. ജയിച്ചു വന്നാൽ കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രി അതടക്കമുള്ള കാര്യം ആണ് പിന്നെ പ്രചാരണത്തിലുള്ളത്. മാത്രവുമല്ല മോഡിയെ ഞാൻ വിചാരിക്കുന്നില്ല അടുത്തെങ്ങും ഏതെങ്കിലും ഒരാളുടെ മകളുടെയോ ബന്ധുവിൻ്റെയോ കല്യാണത്തിന് മോഡി പങ്കെടുത്തതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഗുരുവായൂർ വരുന്നു. അപ്പോൾ ആ അടുപ്പമൊക്കെ പ്രഖ്യാപിക്കുന്നു. ആ അർത്ഥത്തിൽ സുരേഷ് ഗോപിയെ നല്ല രീതിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 സ്ഥാനാർത്ഥികൾ നോക്കുമ്പോൾ കെ മുരളീധരൻ, നമ്മളിപ്പോൾ അവിടുത്തെ സാമുദായിക സമവാക്യം നോക്കുന്നു. സാമുദായിക സമവാക്യം വളരെ പ്രധാനമായൊരു മണ്ഡലമാണ് ഈ പറയുന്ന തൃശ്ശൂർ എന്ന് പറയുന്നത്. 60% ഹിന്ദുക്കളാണുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ 36% ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വോട്ടെന്ന് പറയുന്നത് 21ഉം 15%, 36%. ഈ 36% വോട്ടുകൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും അവിടെ അതിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ, തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ മൊത്തം ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അത് UDF-ന് വളരെ അനുകൂലമായി ചിന്തിക്കുന്ന ഒരു വോട്ട് ബാങ്കാണ്. ആ വോട്ട് ബാങ്കിൽ എന്തെങ്കിലും ഒരു വലിയ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാവുക. കഴിഞ്ഞ പ്രാവശ്യം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ആ മുന്നേറ്റം ആ വോട്ട് ബാങ്കിൽ ഉണ്ടാക്കാനായിട്ട് LDF-ന് കഴിഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, TN പ്രതാപനെ മാറ്റി കെ മുരളീധരൻ വരുമ്പോൾ ഹിന്ദു വോട്ട് ബാങ്കിൽ കൃത്യമായി കണ്ണുവെച്ചുകൊണ്ടാണ് കെ മുരളീധരനെ അവിടെ രംഗത്തിറക്കുന്നത്. മാത്രവുമല്ല TN പ്രതാപനുണ്ടായിരിക്കുന്ന ഒരു ലോക്കൽ ഇൻകംബൻസി മറികടക്കാനും ആ നീക്കത്തിലൂടെ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒട്ടും കരുത്തു കുറഞ്ഞ സ്ഥാനാർത്ഥിയല്ല, സുനിൽകുമാറാണ്, വളരെ ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അപ്പം ഈ
സമുദായ സമവാക്യം എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഞാൻ ഇപ്രാവശ്യവും BJP 3-ാം സ്ഥാനത്ത് തന്നെ എത്തും എന്നാണ് വിചാരിക്കുന്നത്. പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് K മുരളീധരനും അതുപോലെ തന്നെ VS സുനിൽകുമാറും തമ്മിലാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ പറയുന്നത് തിരുത്തി പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ അത് ഉയർത്തിയത് എവിടെ നിന്നാണ്? താഴെ അടിഞ്ഞ് 15% താഴെ കിടന്നിടത്ത് നിന്നാണ് 28% എന്ന് പറയുന്ന, അല്ലെങ്കിൽ LDFന് തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത്. ഇത്തവണ വരുമ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങളുണ്ടാകുന്ന എനിക്ക് പറയാനുള്ളത്, തൃശ്ശൂരിൽ പ്രചാരണം തുടങ്ങിയ ഘട്ടത്തിലേതുപോലെ കാര്യങ്ങൾ കുറച്ച് മാറി മറിഞ്ഞിട്ടുണ്ട്. സുനിൽകുമാറിന് സാധ്യത ഏറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സുനിൽ എന്ന് വെച്ചാൽ അവിടുത്തെ മുക്കും മൂലം അറിയുന്ന ആളാണ്. സുനിൽകുമാറിന് ആളുകളെ പേരെടുത്ത് വിളിക്കാൻ അറിയാം. അങ്ങനെ നാട്ടുകാരുമായി അത്രയും ബന്ധമുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. മാസ് എൻട്രി ആയിരുന്നു സുരേഷ് ഗോപിയുടേത്. പക്ഷേ സുരേഷ് ഗോപി വന്ന ഘട്ടത്തിലെ രൂപത്തിൽ അദ്ദേഹത്തിന് ഓടിയെത്താൻ പറ്റുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനല്ല എന്നതിൻ്റെ ഒരു കുറവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പഴയ ഒരു ആവേശം അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റുന്നില്ല എന്ന് ഇപ്പോഴത്തെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു വിഷയം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, അദ്ദേഹം ചിലപ്പോൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ ദേഷ്യത്തോടെ പ്രതികരിക്കുന്ന, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തനോട് മോശമായി വാക്ക് ഉപയോഗിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അവിടേക്ക് മുരളി എത്തിയപ്പോൾ നമുക്കറിയാം, അവിടെ നാരീശക്തി പരിപാടിയൊക്കെ നടന്ന സമയത്ത് ഈ കോൺഗ്രസ് കുടുംബങ്ങളിലെ തന്നെ സവർണ കുടുംബങ്ങളിലെ വനിതകളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ മുരളി വന്നതോടുകൂടി ആ സവർണ വോട്ടുകൾ വീണ്ടും കോൺഗ്രസിലേക്ക് പോകാൻ. മുരളി അവിടെ ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് മറ്റൊരാൾ ഇപ്പുറത്ത് പോയിട്ടുണ്ട്, പത്മജ വേണുഗോപാൽ. അല്ല, ആ മുരളിയെ അത്ര സ്വാധീനം പത്മജയ്ക്ക് ഉണ്ടോ എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. വോട്ടുകൾ പോകുന്നുണ്ട്. കരുണാകരന്റെ മകൾ, സാക്ഷാൽ ലീഡറുടെ മകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് BJPയിലേക്ക് പോകുന്നത്, അത് കൃത്യമായ ഒരു ലക്ഷ്യം ആ പാർട്ടിക്ക് ഉണ്ടാകുമല്ലോ. പത്മജയെ തെരഞ്ഞെടുപ്പിന് മുൻപേ അവിടെ എത്തിക്കുന്നതിൽ തോറ്റ മണ്ഡലമാണ്, തോപ്പിച്ച മണ്ഡലമാണല്ലോ തൃശ്ശൂർ. അപ്പോ ഞാൻ പറയുന്നത് മകനാണ് K മുരളീധരൻ. അതെ, സുനിൽ അനുകൂലമായ മറ്റു ഘടകമുണ്ട്. ഈഴവ വോട്ടുകൾ LDF ആ രൂപത്തിൽ പിടിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായിട്ട് നടക്കുന്നു. മറുവശത്ത് മുരളീധരന്റെ പ്രചാരണം അത്ര ഓർഗനൈസ്ഡ് അല്ല എന്നൊരു വിമർശനം അവിടെ വരും. TN പ്രതാപിന് വേണ്ടി ധീവര സഭയുടെയൊക്കെ രീതിയിൽ അവരുടെ പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു. MP, അതായത് സിറ്റിംഗ് MPയെ മാറ്റി K മുരളീധരനെ ഫീൽഡ് ചെയ്തതിനെതിരെ. അത് എപ്പോഴും TN പ്രതാപിനെ തുണച്ചിട്ടുള്ളത് ഈ തീരദേശ വോട്ടുകളാണ്, ഇൻഡയറക്റ്റായി പോൾ ചെയ്യുന്നതാണ്. അത് K മുരളീധരന് കിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അവിടെയാണ് പ്രശ്നം. അതായത് ഈ 60% ഹിന്ദു വോട്ട് 3ആയി സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഈ 60% ഹിന്ദു വോട്ട് N ബ്ലോക്ക് ആയിട്ട് BJPക്ക് പോകില്ല, N ബ്ലോക്ക് ആയിട്ട് കോൺഗ്രസിന് പോകില്ല, N ബ്ലോക്ക് ആയിട്ട് CPMന് പോകില്ല. സോ നാച്ചുറലി അത് ഈ 60/3 അതിൽ ഏറ്റക്കുറക്കങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഒരു 30% BJPക്ക് കിട്ടിയെന്നിരിക്കും, ബാക്കി 30% മറ്റു രണ്ടിടത്തേക്കും പോവുക. പക്ഷേ നോക്കൂ, ബാക്കിയുള്ള 36% ന്യൂനപക്ഷ വോട്ട്, അതിൽ പ്രത്യേകിച്ച് 21% ക്രിസ്ത്യൻ വോട്ട്, ആ വോട്ട് എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 15% മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് യാതൊരു അനാശരും അതിനകത്ത് BJP പ്രതീക്ഷ വെച്ച് പുലർത്തണ്ട. ആ 15% വോട്ട് മാറ്റിവെച്ചതിന് ശേഷം ബാക്കി ചിന്തിച്ചാൽ മതി. അതിനകത്ത് ക്രിസ്ത്യൻ വോട്ട് മാനേജ് ചെയ്യാൻ ഈ കുറി BJPക്ക് കഴിഞ്ഞാൽ മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം 2ാം സ്ഥാനത്തെങ്കിലും പറ്റുകയുള്ളൂ. അവിടെയാണ് പ്രശ്നം. റാഫേൽ തട്ടിൽ വന്ന ശേഷം, ആർച്ച് ബിഷപ്പായി വന്ന ശേഷം കേന്ദ്രവിരുദ്ധ നിലപാടുകൾ വളരെ ശക്തമായി തന്നെ അദ്ദേഹം ഉന്നയിക്കുന്നു. ദേശാഭിമാനിയിൽ ഉള്ളതിനേക്കാൾ ശക്തമായ ലേഖനങ്ങൾ ദീപികയിൽ വരുന്നു. അത്തരം ചില ഘടകങ്ങളുണ്ട്. അപ്പോൾ സഭ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള വിഷയം. അപ്പുറത്ത് സുരേഷ് ഗോപി മാതാവിന് നൽകിയ കിരീടത്തിന്റെ സ്വർണത്തിന്റെ മാറ്റ് ഉറച്ചു നോക്കി വിവാദമൊക്കെ അപ്പുറത്ത് കോൺഗ്രസ് കാര്യമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സഭാ വോട്ട് ഏതു രൂപത്തിൽ പോകുമെന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഉണ്ണിസാർ സൂചിപ്പിച്ചതിനോട് ഞാൻ സ്നേഹത്തോടെ വിയോജിക്കുകയാണ്. 2 പേർ തമ്മിലുള്ളതല്ല, 3 പേർ തമ്മിലുള്ള പോരാട്ടമാണ്. ത്രികോണ മത്സരമാണ്, ഒരു സംശയവും വേണ്ട. ഏറ്റവും നല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലവുമാണ്. ഇപ്പൊ തിരുവനന്തപുരം പോലെ തന്നെ നല്ല ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. പക്ഷേ ഞാൻ പറയുന്നത്, അവിടുത്തെ ഈ സാമുദായിക സമവാക്യങ്ങൾ ആർക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഏറ്റവും സാധ്യത നൽകുന്നത് ഈ പറഞ്ഞ ക്രിസ്ത്യൻ മുസ്ലിം വോട്ടിന്റെ ഒരു സാധ്യത ഇടതുപക്ഷത്തിനും നിൽക്കുന്നു, കോൺഗ്രസിനും നിൽക്കുന്നു. ഈ 2 ന്യൂനപക്ഷ വിഭാഗങ്ങളും ഇക്കുറി BJPക്ക് ഒപ്പം നിന്നാൽ മാത്രമേ അവിടെ ഒരു വലിയ വിജയം ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയൂ. അതാണ് ഒരു ഡാറ്റയുടെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം. BJPക്ക് അകത്തുനിന്ന് സുരേഷ് ഗോപിയുടെ താല്പര്യമില്ലാത്തവരുമുണ്ടൊരു വിഷയമുണ്ട്. കാരണം എൻ്റെ നേതാക്കൾ, എനിക്ക് മറുപടി പറയേണ്ടത് അമിത്ഷായോടും മോദിയോടും മാത്രം എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം പ്രസംഗത്തിൽ നടത്തി. അതിനുശേഷം ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അവിടെ വന്ന് പ്രചാരണത്തിന് ഇറങ്ങുന്നതൊക്കെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളതാണ്. അധ്യക്ഷനടക്കമുള്ള ആളുകൾ അവിടെ പ്രചാരണത്തിനെത്തുന്ന ദൃശ്യങ്ങളും ഇതിനകം പ്രചാരണത്തിന് ഇറങ്ങിയപ്പോൾ അവിടെ ആളുകളില്ലാത്തതിന് ക്ഷോഭിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ വളരെ ശക്തമായ മത്സരം നടക്കുന്നു എന്ന് തന്നെ പറയാം. എന്താണ് തൃശ്ശൂരിന്റെ മനസ്സിൽ തൃശ്ശൂർകാർ ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാൻ നിശ്ചയമായും ജൂൺ 4-ാം തീയതി വരെ തൃശ്ശൂർ പൂരം 19-നാണ്, 26-ന് അപ്പോൾ വോട്ടിന്റെ പൂരം വരുന്നുണ്ട്. തൃശ്ശൂരിൽ പൂരത്തിന് ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, ആര് തിടം പേറ്റണം എന്നുള്ളത് ജനങ്ങൾ പൂരങ്ങളുടെ പൂരമാകുന്നു. അതെ,
അപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നേരെ ഇനി പോകുന്നത് പൊന്നാനിയിലേക്കാണ്. ബാക്കി വെക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അതെ, പൊന്നാനി പൊന്നാക്കുന്നത് ആരാണ്? 1977 മുതൽ മുസ്ലിം ലീഗിന്റെ കോട്ടയാണത്. കോട്ട കുലുക്കാൻ CPIM നടത്തിയ പരീക്ഷണങ്ങൾ ഇതുവരെ വിജയത്തിൽ എത്തിയിട്ടില്ല. കേരളമൊട്ടാകെ ഇടതു തരംഗമുണ്ടായ 2004-ലും പൊന്നാനി മാത്രം UDF-നൊപ്പം ഉറച്ചുനിന്നു. കുറഞ്ഞു വരുന്ന ഭൂരിപക്ഷമാണ് പൊന്നാനിയിൽ ലീഗിന്റെ ചങ്കിടിപ്പ്. പൊന്നാനി കോട്ടയിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് CPIM. നമുക്ക് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ലീഗിൽ ഒരു സ്വാപ്പിംഗ് പോളിസി നടപ്പാക്കിയത് മലപ്പുറവും പൊന്നാനിയും തമ്മിലാണ്. അപ്പോൾ മലപ്പുറത്തെ സിറ്റിംഗ് MP ഇതാ വരുന്നു പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ലീഗിന്റെ അബ്ദുൾ സമദ് സമദാനി. ഒപ്പം ലീഗ് വിട്ട് ഇടതു കോട്ടയിലേക്ക് എത്തിയ KS ഹംസയാണ് CPIM-ന് വേണ്ടി ഇറങ്ങുന്നത്. NDAക്ക് വേണ്ടി നിവേദിത സുബ്രഹ്മണ്യനാണ് മത്സരിക്കുന്നത്. ഇതാണ് പൊന്നാനിയിലെ മത്സര ചിത്രം. അപ്പോൾ വലത്തുനിന്ന് ഇടത്തേക്ക് വന്ന KS ഹംസ വരുന്നത് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കുമോ? സ്വാപ്പിംഗ് പോളിസി ലീഗിന്റെ ഭൂരിപക്ഷം ഉയർത്തുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ്. ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് 2019 തെരഞ്ഞെടുപ്പ് ഫലം, അത് എത്ര വീതം വോട്ടുകൾ ഓരോരുത്തർക്കും സമാഹരിക്കാൻ കഴിഞ്ഞു? ET മുഹമ്മദ് ബഷീറിന്റെ വോട്ട് നോക്കൂ. 5,21,824 വോട്ടുകളാണ് ET മുഹമ്മദ് ബഷീർ 2019 പൊന്നാനിയിൽ നിന്ന് പിടിച്ചത്. PV അൻവർ ആയിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന് വേണ്ടി ഇറങ്ങിയത്. 3,28,551 വോട്ടുകൾ അൻവറിന് അവിടെ പിടിക്കാൻ കഴിഞ്ഞു. VT രമയെയാണ് NDA കളത്തിലിറക്കിയത്. 1,10,603 വോട്ടുകളാണ് VT രമ പൊന്നാനിയിൽ പിടിച്ചത്. ഭൂരിപക്ഷം 2 ലക്ഷം എത്തിയില്ല. അതിന് തൊട്ട് താഴെയാണ്. 1,93,273 വോട്ടുകളാണ് അവിടെ ET മുഹമ്മദ് ബഷീറിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. വോട്ട് ശതമാനത്തിലെ അന്തരം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. 2019 വോട്ട് വിഹിതം, അതിൽ തമ്മിലുള്ള അന്തരം എത്രയാണ്? UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ടന്തരം വലുതാണ് എന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ട്. UDF-ന് 51.29% ഉള്ളപ്പോൾ LDF-ന് 32.29%, NDAക്ക് 10.87%. ഇങ്ങനെയാണ് വോട്ട് വിഹിതം പൊന്നാനിയിൽ നിൽക്കുന്നത്. ഇനി പൊന്നാനിയെ പൊന്നാക്കുന്നതിനായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഓരോ മുന്നണിക്കും ആ 7 മണ്ഡലങ്ങൾ കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്നുകൂടി നോക്കാം. പൊന്നാനി എന്ന് പറയുമ്പോൾ തിരൂരങ്ങാടിയും താനൂരും തിരൂരും കോട്ടയ്ക്കലും തവനൂരും പൊന്നാനിയും തൃത്താലയും ചേർന്നതാണ്. അതിൽ ചുവപ്പുണ്ട്, ചുവന്ന് കിടക്കുന്നുണ്ട് പൊന്നാനിയും തൃത്താലയും തവനൂരും അതുപോലെ തന്നെ താനൂരും. 4 എണ്ണം ചുവന്ന് കിടക്കുമ്പോൾ 3 എണ്ണം മാത്രമാണ് UDF-ന്റെ അക്കൗണ്ടിലുള്ളത്. അത് LDF-ന് കുറി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ബാക്കി വയ്ക്കുകയാണ്. അവിടെയാണ് സാമുദായിക വോട്ടുകൾ പ്രധാനപ്പെട്ടതാകുന്നത്. സാമുദായിക വോട്ടുകൾ പൊന്നാനിയിൽ എങ്ങനെയാണ് വിഭജിച്ച് കിടക്കുന്നത് എന്ന് നോക്കാം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് വ്യതിയാനം എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം വോട്ടുകൾ വളരെ കൂടുതലാണ്. മലപ്പുറം പോലെ തന്നെ 61.4% മുസ്ലിം വോട്ടുകൾ. ഹിന്ദു വോട്ടുകൾ 37.8%. ക്രിസ്ത്യൻ വോട്ടുകൾ 0.6%, മറ്റുള്ളവർ 0.2%. അങ്ങനെയാണ് സാമുദായിക സമവാക്യം പൊന്നാനിയിൽ കിടക്കുന്നത്. പൊന്നാനി ആർക്കൊപ്പം എന്ന് ചോദിക്കുമ്പോൾ മലപ്പുറം പറഞ്ഞതുപോലെ ലീഗിനൊപ്പമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അയ്യോ, നിശ്ചയമായും. കാരണം വെച്ചാൽ ഈ പറയുന്ന 4 മണ്ഡലങ്ങൾ പിന്നെ വളരെ പ്രധാനമാണ്. തൃത്താലയിലെ MB രാജേഷ് വിജയിക്കുന്നു. വളരെ തുച്ഛമായ വോട്ടിനാണ് MB രാജേഷ് വിജയിച്ചു വന്നത്. വളരെ കടുപ്പത്തിലുള്ള മത്സരമായിരുന്നു VT ബലറാമുമായിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ താനൂര് പിന്നെ അബ്ദുറഹ്മാൻ വിജയിച്ചു വന്നത് PK ഫിറോസിനെതിരായിട്ട് മത്സരിച്ചിട്ടാണ്. 1000-ന് അടുപ്പിച്ച വോട്ടിനാണ് വിജയിച്ചു വന്നത്. അതേപോലെ തവനൂര് പിന്നെ ജലീലിൻ്റെയും ഭൂരിപക്ഷം ഏതാണ്ട് 3000-ന് അടുപ്പിച്ചാണ്. എന്നാൽ പൊന്നാനിയിലെ വിജയം എന്ന് പറയുന്നത് CPM-ന്റെ ആധികാരിക വിജയമാണ്. അവിടെ ഏതാണ്ട് 17,000-ന് മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എന്നാൽ മറ്റ് 3 മണ്ഡലങ്ങളിലൂടെയും പിന്നെ ലീഗ് ഭൂരിപക്ഷം മതി ലോക്സഭയിൽ ജയിക്കാൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നല്ല റിസൾട്ടാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ 4 മണ്ഡലങ്ങളിൽ നിശ്ചയമായും പോരാടി ഇടതുപക്ഷം നേടി വിജയിച്ച മണ്ഡലങ്ങൾ തന്നെയാണ് ആ 4 മണ്ഡലങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പൊന്നാനി ആകെ ആ ലോക്സഭാ മണ്ഡലം എടുക്കുമ്പോൾ എപ്പോഴും അത് ലീഗിന് ഗുണകരമാകുന്ന ലോക്സഭാ മണ്ഡലമാണ്. ഇക്കുറിയാണെങ്കിൽ കോട്ടക്കലുകാരനായ സ്വന്തം നാട്ടുകാരൻ അബ്ദുൾ സമദ് സമദാനി അവിടെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കിയേ, ക്ഷമിക്കണം, എന്നോട് VT രമയ്ക്ക് നല്ല വോട്ട് 1,00,000 മേൽ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സുബ്രഹ്മണ്യന്റെ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ തിരൂർ അടക്കമുള്ള തുഞ്ചംപറമ്പക്ക അടക്കമുള്ള ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടി സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. അവിടെ പിന്നെ ശ്രീരാമകൃഷ്ണൻ മണ്ഡലമായിരുന്നു പൊന്നാനി മണ്ഡലം തന്നെ. അപ്പോൾ അവിടെ ഈ പറയുന്ന ആ വിഭാഗത്തെ കൂടെ സ്വാധീനിക്കാൻ കഴിയുന്നൊരു നേതാവാണ് അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്നത്. അതായത് ഈ കോൺഗ്രസിനകത്ത് ഹിന്ദു വോട്ടുണ്ടല്ലോ, BJPക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ ആ ഹിന്ദു വോട്ടിനെ കൂടി സ്വന്തം പാളയത്തിലേക്ക് കൂട്ടം പിന്നെ വളരെ മതേതരമായി സംസാരിക്കുകയും ഭഗവത്ഗീത അടക്കം ഈ രാമായണം അടക്കമൊക്കെ നന്നായിട്ട് നല്ല പ്രസംഗങ്ങൾ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. മലയാളിക്ക് അറിയാമല്ലോ. അതെ. അപ്പോൾ ആ അർത്ഥത്തിൽ
ഈ പറയുന്ന നല്ല കാൻഡിഡേറ്റ് ആണ് പൊന്നാനിയിൽ സമദാനി എന്ന കാര്യത്തിൽ തർക്കമില്ല. ലോക്സഭാ മണ്ഡലം ഒറ്റക്കെട്ടായി എടുക്കുമ്പോൾ നിശ്ചയമായും ലീഗിന് വലിയ ആധിപത്യമാണ്. ഈ 4 ചുവന്ന് കിടക്കുന്നത് കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് കാര്യമില്ല. കാരണം ചില 2 ലക്ഷത്തിന് അടുപ്പിച്ചാണല്ലോ 1,93,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഓൾറെഡി പിന്നെ കഴിഞ്ഞ 2019 2019 അത് ഉണ്ടാകാനുള്ള കാരണം വെച്ചാൽ ഇപ്പൊ വയനാട് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി ഇഫക്റ്റും ഉണ്ട്. എങ്കിൽ കൂടി ആ ഇഫക്റ്റ് ഒന്നും ഇപ്രാവശ്യം ഇല്ല, അങ്ങനെ വർക്ക് ചെയ്യണമെന്നില്ല. എങ്കിലും സമദാനി ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. KS ഹംസയെ ഞാൻ അത്ര നല്ല കാൻഡിഡേറ്റ് ആയിട്ട് കാണുന്നില്ല. അതിനകത്തൊരു പക്ഷേ പ്രശ്നം KS ഹംസ സമസ്തയുടെ കാൻഡിഡേറ്റ് ആണ്. സമസ്ത KS ഹംസയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ലീഗ് വിട്ട് KS ഹംസ 2023 ഇടതുപക്ഷത്തേക്ക് എത്തിയത്. CPIM-ഉം സമസ്തയും തമ്മിലുള്ള പാലം KS ഹംസയാണ്. അല്ല, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, മലപ്പുറവും പൊന്നാനിയും അതുണ്ട്. അതായത് മലപ്പുറവും പൊന്നാനിയും ലീഗിന്റെ 2 മണ്ഡലങ്ങളാണ്. ലീഗിന് ആകെ 2 മണ്ഡലങ്ങളേ ഉള്ളൂ. അത് മലപ്പുറവും പൊന്നാനിയുമാണ്. ആ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് പാരവയ്ക്കുന്ന എന്തെങ്കിലും ഒരു നീക്കം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് അങ്ങേയറ്റം അപകടകരമായിരിക്കും. സമസ്തയെ അതുകൊണ്ട് KS ഹംസയെ മാത്രമല്ല അദ്ദേഹത്തെ CPM ആയിട്ട് കാണുന്നില്ല CPM കാർ എന്നൊരു കാര്യം കൂടി. അതൊരു പ്രശ്നമാണ്. ലീഗിൽ നിന്ന് വിട്ടുവരുന്ന ഒരാളെ അത്ര എളുപ്പത്തിൽ ഇടതുപക്ഷം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ PV അൻവർ പിടിച്ച വോട്ട് പോലും KS ഹംസ പിടിക്കാൻ പോകുന്നില്ല. സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സാധ്യതകൾ കുറവായ സ്ഥിതിക്ക് പൊന്നാനി ഇക്കുറിയും ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി പൊന്നു പോലെ നോക്കാൻ സമദാനിക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് എടുക്കാം ഒരു ചെറിയ ഇടവേള. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് അങ്ങ് വടക്കേ അറ്റത്തേക്ക് പോകണം, കാസർഗോട്ടേക്ക്. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. നമ്മൾ പോകുന്നത് കാസർഗോട്ടേക്കാണ്. കാസർഗോഡ് മണ്ഡലം അതിങ്ങനെ വികസിച്ചിട്ട് ഇത്രയും ദൂരം ഈ മണ്ഡലം ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ്. അവിടെ യാത്ര ചെയ്തപ്പോഴല്ലേ വലിയൊരു യാത്ര, നീണ്ട യാത്ര വേണ്ടി വന്ന മണ്ഡലം മുഴുവൻ ഒന്ന് കവർ ചെയ്യാൻ. അതായത് നമ്മൾ കണ്ണൂർ ഇപ്പുറത്ത് പയ്യന്നൂർ വരെ എത്തണം മണ്ഡലം തീരണമെങ്കിൽ. അതെ, കണ്ണൂരിന്റെ ആ ഭാഗം പയ്യന്നൂർ കല്യാശ്ശേരി മുതൽ അങ്ങനെ കിടക്കുകയാണ്. തൃക്കരിപ്പൂര്, ഉദുമ, ഒരു വലിയ മണ്ഡലം. അപ്പോൾ ആ വലിയ മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇടത് വലത് മുന്നണികൾക്ക് ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് കാസർഗോട്ട്. മണ്ഡലം രൂപീകരിച്ചത് മുതൽ CPIM-ന്റെ ഉറച്ച കോട്ടയാണ്. AKGയെ പാർലമെന്റിലേക്ക് അയച്ചു തുടങ്ങിയ അന്നു തൊട്ട് ചുവപ്പിനെ നെഞ്ചേറ്റുന്ന മണ്ഡലം. കേരളത്തിൽ അലയടിച്ച 2019 UDF തരംഗത്തിൽ ഒരിക്കലും കൈവിടില്ല എന്ന് കരുതിയ കാസർഗോഡും CPM നഷ്ടമാവുകയാണ്. അപ്പോൾ നമുക്ക് 2024 കാസർഗോഡ് നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇക്കുറി ഇറങ്ങുമ്പോൾ ഇടതുപക്ഷം അവൈലബിൾ ബെസ്റ്റിനെയാണ് അവിടെ ഇറക്കുന്നത്. MV ബാലകൃഷ്ണൻ CPIM, അദ്ദേഹം ജില്ലയിൽ മുഴുവൻ സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചിതമായ ആ ഒരു സാന്നിധ്യമായി മാറുന്നു. ML അശ്വിനിയാണ് BJPയുടെ ഇത്തവണത്തെ സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന് പറയാവുന്ന ചെറുപ്പക്കാരിയായ ML അശ്വിനി BJPക്ക് വേണ്ടി ഇറങ്ങുന്നു കാസർഗോട്ട്. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് കാസർഗോഡ് വിധി എഴുതിയത്? രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയത്തിലേക്ക് എത്തിയ വഴി നോക്കിയാൽ 4,74,961 വോട്ടുകൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പിടിക്കുമ്പോൾ KP സതീഷ് ചന്ദ്രനായിരുന്നു അന്ന് ഇടത് സ്ഥാനാർത്ഥി. 4,34,523 വോട്ടുകളാണ് സതീഷ് ചന്ദ്രന് കിട്ടിയത്. രവീശ തന്ത്രി കുണ്ടാറായിരുന്നു NDAക്ക് വേണ്ടി ഇറങ്ങിയത്. 1,76,049 വോട്ടുകൾ കുണ്ടാർ പിടിക്കുന്നു. ഭൂരിപക്ഷം 40,438. വോട്ട് ശതമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ടന്തരം അത്ര വലിയ അന്തരമല്ല. അതുകൊണ്ട് തന്നെ മറികടക്കാൻ കഴിയുമെന്ന് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നുമുണ്ട്. UDF-ന് 43.50 കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് വിഹിതം. LDF-ന് 39.80, NDAക്ക് 16.13%. നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഒരു തുടർഭരണം പിണറായി വിജയൻ സർക്കാരിന് നൽകുമ്പോൾ കാസർഗോഡിന്റെ അതിലെ പങ്ക് എത്രത്തോളമായിരുന്നു എന്ന് കൂടി നോക്കാം. മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി ഈ മണ്ഡലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ തൃക്കരിപ്പൂരും പയ്യന്നൂരും കല്യാശ്ശേരിയും കാഞ്ഞങ്ങാടും ഉദുമയും ചുവന്നു കിടക്കുമ്പോൾ മഞ്ചേശ്വരവും കാസർഗോഡും മാത്രമാണ് UDF-ന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ മണ്ഡലത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് 5-2 ഈ 5-2 ഇത്തവണ LDF-ന് പ്രതീക്ഷ നൽകുമോ? സാമുദായിക വോട്ടുകൾ കൂടി തുണച്ചാൽ പ്രതീക്ഷ വെക്കാം എന്നുള്ളതാണ് വസ്തുത. സാമുദായിക വോട്ടുകൾ എങ്ങനെയാണ് കാസർഗോഡ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ 57.8% കാസർഗോട്ടുള്ളത്. ക്രിസ്ത്യൻ വോട്ടുകൾ 11.3%. മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനമാണ് കാസർഗോട്ട്. 30.8% മുസ്ലിം വോട്ടുകൾ കാസർഗോഡ് മണ്ഡലത്തിലുള്ളത്. മറ്റുള്ളവർ എല്ലാം ചേർന്ന 0.1%. സപ്തഭാഷാ സംഗമ ഭൂമി എന്നൊക്കെ നമ്മൾ സാഹിത്യാത്മകമായി പറയുമെങ്കിലും കാസർഗോഡ് ഇക്കുറി ആരെ തുണയ്ക്കുണ്ട് സാർ? നോക്കൂ, ഇപ്പം 2019 രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ ഇറങ്ങുമ്പോൾ, കാസർഗോഡ് ഇറങ്ങുമ്പോൾ ഒരു പ്രതീക്ഷയും രാജ്മോഹൻ ഉണ്ണിത്താൻ ഇല്ല. സത്യം പറഞ്ഞാൽ ഈ കോൺഗ്രസിലൊരു ചാവേറായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പം MA ബേബിക്കെതിരെ അതെ, MA ബേബിക്കെതിരെ കുണ്ട്രയിൽ മത്സരിച്ചിട്ടുണ്ട്. അതേപോലെ തലശ്ശേരിയിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ജയിക്കാനും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു നേതാവുമല്ല. പക്ഷേ 2019 ശരിക്കും പറഞ്ഞാൽ ശുക്രൻ
പൊളിറ്റിക്കൽ ലീഗ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു സംഭവമാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ പൊളിറ്റിക്കൽ കരിയറിൽ സംഭവിച്ചത്. അതിന് ഞാൻ പറഞ്ഞില്ലേ വിവിധ ഘടകങ്ങൾ ആ കാലത്ത് 2019 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ശബരിമലയും രാഹുൽ ഗാന്ധിയും കൂടി ചേർന്ന് അങ്ങ് തീരുമാനിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ആനുകൂല്യവും ലഭിച്ച നേതാവാണ്. ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് അങ്ങ് വടക്കേ അറ്റത്ത് പോയി മത്സരിക്കുകയാണ്. ആ മത്സരിക്കുമ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ആകപ്പാടെ അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്നത് ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നതിനപ്പുറത്ത് കാസർഗോഡ് അദ്ദേഹത്തിന് പക്ഷേ ഗുണമായി കേട്ടോ. അദ്ദേഹത്തിനെ പരിചയപ്പെട്ടത് ആളുകൾ അങ്ങനെയാണ്, ടി വിയിൽ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വേരോട്ടവും ഇല്ലാത്തൊരു നേതാവ്. അതേസമയം പി കരുണാകരനെ പോലുള്ള പ്രമുഖരായ നേതാക്കൾ, CPM നേതാക്കൾ എത്രയോ തവണ അവിടെ നിന്ന് മത്സരിച്ച് തുടർച്ചയായി വിജയിച്ചു വന്നിട്ടുള്ള ഒരു മണ്ണാണ്. പക്ഷേ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വർക്ക് ചെയ്തു. ഇനി ഈ പറയുന്ന ഒരിക്കൽ കൂടി ആ ഘടകം വർക്ക് ചെയ്യുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ സർവേകളും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു അഡ്വാൻറ്റേജ് അവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു പെർഫോമിംഗ് MP ആയിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇപ്പോൾ നേരത്തെ ഉള്ളവർ പെർഫോം ചെയ്തിട്ടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ചുകൂടി എൻ്റെ സ്വന്തം മണ്ഡലമാക്കി അതിനെ നഴ്സ് ചെയ്യുക എന്നുള്ളൊരു രീതി രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ സ്ത്രീ കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നത് ഏതെങ്കിലും തരത്തിൽ NDAക്ക് ഗുണമാകുമോ? അവർ വളരെ ആക്റ്റീവാണ്, ഏതെങ്കിലും തരത്തിൽ അത് ഗുണമാകുമോ? ഈ കുണ്ടാറിന്റെ അത്ര സ്വീകാര്യത കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയായി കാണുന്നില്ല. പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കിയാണ് അവരെ എന്നുള്ള സൂചനകൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഒന്നുകിൽ മഞ്ചേശ്വരത്ത് അല്ലെങ്കിൽ കാസർഗോഡ് നിർത്തി ജയിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഉണ്ണിത്താൻ അനുകൂലവും പ്രതികൂലമായി ഒരുപാട് ഘടകങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഫാക്ടറുണ്ട്, ശബരിമലയുണ്ട്, അതോടൊപ്പം തന്നെ പെരിയ ഇരട്ടക്കൊല അതൊരു പ്രധാനപ്പെട്ട ഘടകമായി ഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസിൽ ചില ഭിന്നതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കോൺഗ്രസിന്റെ പിന്തുണയില്ലെങ്കിലും ലീഗിന്റെ ലീഗാണ് അവിടെ മണ്ഡലം പ്രസിഡന്റുമാരുടെ മുറുമുറുപ്പൊന്ന് ഒതുക്കിയിട്ടേ ഉള്ളൂ. അതെ, ലീഗ് അവിടെ വളരെ ശക്തമാണ്. ലീഗിന്റെ പിന്തുണ പൂർണ്ണമായും ഉണ്ണിത്താനൊപ്പം ഉണ്ട് എന്നുള്ള ലീഗിന് ഉണ്ണിത്താൻ പ്രധാനപ്പെട്ട അനുകൂലമായ ഒരു ഘടകമാണ്. മറ്റൊന്ന് ഇപ്പോൾ തെയ്യക്കാലമാണല്ലോ. അപ്പോൾ തെയ്യക്കാലത്ത് അവിടെ തറവാടുകളിൽ തെയ്യം നടക്കും. അപ്പോൾ തെയ്യം ഓരോ തറവാട്ടിലും തെയ്യം നടക്കുന്ന തീയതി അടക്കം കുറിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ആ സമയമാകുമ്പോൾ അവിടെ പോകും. അപ്പോൾ അവിടുത്തെ വീട്ടുകാരെയും അവിടെ വരുന്ന കുടുംബം മുഴുവൻ എത്തുമല്ലോ, മുഴുവൻ പിടിക്കുകയാണ് ആളുകളുണ്ടാവും. അപ്പൊ അത് ഒരു നല്ല തന്ത്രമായി അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. അത് ഒരു വലിയ സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അത് ഞാൻ പറഞ്ഞത്. ഈ മണ്ഡലത്തെ നഴ്സ് ചെയ്യുന്നതിനകത്തൊരു വലിയ പ്രാധാന്യം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് അവിടെ തന്നെ ഉണ്ടാവുക, എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ ഇവിടുത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, നോക്കൂ, ലീഗിന് വലിയ എന്താ പറയുക ശക്തി അവിടെ ഉണ്ട് എങ്കിലും ഒരിക്കൽ പോലും ഒരു മുസ്ലിം MP അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അവിടുന്ന് വിജയിച്ച് വന്നവരൊക്കെ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അത് പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദു വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഒപ്പം തന്നെ ലീഗിൻ്റെ ഒരു ശക്തമായ പിന്തുണയോട് വരുന്നു എങ്കിൽ ഈ പറയുന്ന ബാലകൃഷ്ണൻ MP ബാലകൃഷ്ണന് അത്ര എളുപ്പമല്ല കാസർഗോഡ് മണ്ഡലം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഈ രണ്ട് കോമ്പിനേഷനും വർക്ക് ചെയ്യണം. ഹിന്ദു പ്ലസ് മുസ്ലിം വോട്ട് അവിടെ ഇൻടാക്ട് ആയിട്ട് UDF MP ബാലകൃഷ്ണൻ. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം, അദ്ദേഹത്തിന് എല്ലായിടത്തും ഓടിയെത്താൻ കഴിയുമോ, മണ്ഡലത്തിലെ ഒരു സ്വീകാര്യത, അതും ഒരു ഫാക്ടറായി നിൽക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ അനുകൂലമായിട്ടാണ്. പാർട്ടി പക്ഷേ അവിടെ നല്ല ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു ഈ കണ്ണൂരിന്റെ ഭാഗമായ പയ്യന്നൂർ, കല്യാശ്ശേരി ഒക്കെ അവിടെ വലിയ തോതിൽ വോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചു പിടിച്ചേക്കും എന്നുള്ളൊരു സൂചനകൾ അവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണ 12,000-ൽ താഴെ പോയിട്ടുണ്ട്, 20,000-ൽ താഴെ പോയിട്ടുണ്ടായിരുന്നു പയ്യന്നൂരിൽ. ഭൂരിപക്ഷം 40,000-ൽ പരം 12,000-ലാണ് കിട്ടിയത്. അപ്പോൾ അങ്ങനെ വലിയ തോതിൽ വോട്ട് കുറഞ്ഞ സ്ഥലങ്ങൾ, അതൊക്കെ എന്താ വെച്ചാൽ MP യോടുള്ള എതിർപ്പ്, കുറച്ചു കാലമായി ഒരേ MP ആയിരുന്നല്ലോ, അതൊരു പ്രധാന ഘടകമായി കാസർഗോഡ് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. നമുക്ക് എന്തായാലും കാസർകോട്ടെ സ്ഥിതി കാത്തിരുന്ന് കാണാം. നിലവിൽ ഒരു അഡ്വാൻറ്റേജ് രാജ്മോഹൻ ഉണ്ണിത്താനാണ് സിറ്റിംഗ് MP തന്നെ നൽകുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ പറയുന്ന കണക്കുകളും സമുദായ സമവാക്യങ്ങളും അവിടെ അനുകൂലമായി നിൽക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താന് ഒരു അനുകൂലമായ ട്രെൻഡ് തന്നെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു വന്നാൽ, കാസർഗോഡ് നിന്ന് വിജയിച്ചു വന്നാൽ അതൊരു അത്ഭുതകരമായ വിജയമല്ല. അതേസമയം ബാലകൃഷ്ണൻ അവിടെ വിജയിച്ചാൽ അത് നിശ്ചയമായും ഒരു വലിയ അട്ടിമറി തന്നെയായിരിക്കും. നിലവിൽ അതിനുള്ള സാധ്യതയില്ല. ഓക്കെ, നമുക്കപ്പോൾ ആ ഒരു കൺക്ലൂഷനോട് കൂടി നേരെ തെക്കോട്ട് പിടിക്കാം, ആറ്റിങ്ങലിലേക്ക്. ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. പഴയ ചിറയൻകീഴായിരുന്ന കാലം മുതൽക്ക് തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. 2019-ലെ തെരഞ്ഞെടുപ്പിൽ CPM കണക്കുകൂട്ടലെല്ലാം തെറ്റി. ഇടത് ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയായിരുന്നു UDF-ന്റെ തേരോട്ടം. നമുക്ക് 2024-ൽ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികൾ വളരെ മിടുക്കരായ സ്ഥാനാർത്ഥികളാണ്. ശക്തമായ ത്രികോണ പോരാട്ടത്തിന് കുറി സാധ്യത നൽകുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് നൽകുന്നത്. അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് കഴിഞ്ഞ തവണ എത്തുന്നു, മത്സരിക്കുന്നു, വിജയം സ്വന്തമാക്കുന്നു, പ്രകാശം പരത്തുന്നു ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ്. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ഹൈമാസ് റൈറ്റുകൾ അടക്കം അവിടെ ആ മണ്ഡലത്തിൽ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അടൂർ പ്രകാശിന്റെ ഒരു ആത്മവിശ്വാസം അതാണെന്ന് തോന്നുന്നു. പക്ഷേ എതിരാളികൾ ചില്ലറക്കാരല്ല. വി ജോയ് CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്, വർക്കല MLA ആണ്. അപ്പോൾ വി ജോയ് പ്രധാനപ്പെട്ട എതിരാളിയായി നിൽക്കുന്നു.
NDAക്ക് വേണ്ടി ഇറങ്ങുന്നത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ്. അതേ മണ്ഡലത്തിൽ വന്ന് താമസിച്ച് പ്രചാരണം നടത്തുന്ന വി മുരളീധരൻ. അപ്പോൾ ശക്തരായ 3 പേരുടെ ഒരു ഏറ്റുമുട്ടലിനാണ് ആറ്റിങ്ങൽ സാക്ഷിയാകുന്നത്. 2019 തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ചില സൂചനകളുണ്ട്. ആർക്കാണ് അവിടെ ഇനി മുന്നേറാൻ സാധ്യതയുള്ളത് എന്ന ഒരു സൂചന നൽകുന്നു. അടൂർ പ്രകാശും എ സമ്പത്തും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വന്നതോടെ ശക്തമായ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് അപ്പോഴും അത് പോകുന്നത് നമുക്ക് കാണാം. അടൂർ പ്രകാശ് 3,80,995 വോട്ടുകൾ നേടുമ്പോൾ എ സമ്പത്തിന് നേടാൻ കഴിയുന്നത് 3,42,748 വോട്ടുകളാണ്. ശോഭാ സുരേന്ദ്രൻ അത്ഭുതകരമായ ഒരു വളർച്ച ആ മണ്ഡലത്തിൽ വോട്ടെണ്ണത്തിൽ കൊണ്ടുവരുന്നു. 2,48,081 വോട്ടുകൾ. അപ്പോഴും 38,247 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി അടൂർ പ്രകാശ് വിജയിച്ച് കയറുകയാണ് ആറ്റിങ്ങലിൽ. ഇനി വോട്ട് ശതമാനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. UDFനും LDFനും NDAക്കും കിട്ടിയ വോട്ട് വിഹിതം അത് തമ്മിൽ വലിയ അന്തരമില്ല. 4% അന്തരമേ ഉള്ളൂ UDFും LDFും തമ്മിൽ. LDFും NDAയും തമ്മിലാകട്ടെ 10% അന്തരവും. UDFന് 38.34% വോട്ടുകൾ കിട്ടുമ്പോൾ LDFന് അത് 34.50ആണ്. NDAക്ക് 24.97%. കഴിഞ്ഞ തവണ NDA പെർഫോം ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്നുള്ളതും ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് നൽകുന്ന സൂചന, അത് ചില ആത്മവിശ്വാസം നൽകുന്ന കണക്കായി ജോയിയുടെ മുന്നിൽ നിൽക്കുകയാണ്. കാരണം വർക്കല MLA ആണ് വി ജോയ്. LDFന് വലിയ ആധിപത്യം എന്നല്ല, മൃഗീയമായ ഒരു ആധിപത്യം കൊടുത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. 7 മണ്ഡലങ്ങൾ വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അരുവിക്കര, കാട്ടാക്കട 7ഉം ചുവന്നു കിടക്കുകയാണ് ആറ്റിങ്ങലിൽ. ഇനി നിർണായകമാവുക സാമുദായിക വോട്ടുകളാണ്. അത് എങ്ങോട്ടേക്കൊക്കെ ചേക്കേറും എന്നുള്ളത് ആറ്റിങ്ങൽ നോക്കുകയാണ്. സ്ഥാനാർത്ഥികളുടെ ഒരു ആശങ്കയും ഈ സാമുദായിക സമവാക്യം തന്നെയാണ്. ഹിന്ദു വോട്ടുകൾക്ക് വലിയ ഭൂരിപക്ഷമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത്. 76.1% ആറ്റിങ്ങലിലെ ഹിന്ദു വോട്ടിന്റെ പെർസെന്റേജ്. ക്രിസ്ത്യൻ വോട്ടുകൾ 6.7% മുസ്ലിം വോട്ടിനും അവിടെ പ്രോമിനൻസ് ഉണ്ട്. 17.1% മുസ്ലിം വോട്ടുകൾ. മറ്റുള്ളവർ ചേർന്ന് 0.1%. അപ്പോൾ ആറ്റിങ്ങൽ ഇക്കുറി ആരെ തുണയ്ക്കും, ആർക്ക് അടിപതറും, വലിയ ചോദ്യമാണ്. ഈ ആറ്റിങ്ങൽ അടിസ്ഥാനപരമായ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിനകത്ത്. ഇപ്പോൾ സമ്പത്തിനെ പലതവണ തെരഞ്ഞെടുത്തു. അതിനു മുമ്പ് വർക്കല രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്ത മണ്ഡലമാണ്. വർക്കല രാധാകൃഷ്ണൻ നമ്മുടെ നിയമസഭാ സ്പീക്കറൊക്കെ ആയിരുന്നു. അണ്ണൻ എന്നാണ് ആളുകൾ വിളിക്കുക. അണ്ണൻ എന്ന് വിളിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയതയുടെ ഒരു സിമ്പലാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ അടിസ്ഥാനപരമായി അതൊരു നല്ല ഇടതുപക്ഷ മണ്ഡലമാണ്. നോക്കൂ, കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന ശബരിമല പ്രശ്നമുണ്ടായിട്ടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തരംഗമുണ്ടായിട്ടും എത്രയാണ് അടൂർ പ്രകാശിൻ്റെ ഭൂരിപക്ഷം? 38,000 ആ 38,000 വോട്ടിനാണ് ജയിച്ചു വരാൻ കഴിഞ്ഞത്. അത് കുറേയൊക്കെ എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ ഒരു ലോക്കൽ ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. പിന്നെ ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചു വലിയ രീതിയിൽ. അതെ, അപ്പോൾ ആ അർത്ഥത്തിലൊക്കെയാണ് അത് തിരിച്ചടിയായി പോയത്. സത്യത്തിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ആറ്റിങ്ങൽ ഒരു വലിയ ബ്ലോ ആയിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം. ആറ്റിങ്ങൽ ഏറ്റവും സുരക്ഷിതമായ ഇടതുപക്ഷ മണ്ഡലമാണ്. അവിടെയാണ് ആ വലിയ അട്ടിമറി അടൂർ പ്രകാശിന് കൊണ്ടുവരാൻ. ആറ്റിങ്ങൽ യഥാർത്ഥത്തിൽ ഞാൻ പറയും അത് കൊണ്ട് കളഞ്ഞതാണ്. കാരണം സുരക്ഷിത മണ്ഡലമാണ്, വിജയം അനായാസമാണ് എന്ന് കരുതി ഒരു ഉഴപ്പ് വന്നിരുന്നു. അത് അടൂർ പ്രകാശ് നന്നായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ 2019 സംഭവിച്ചത്. ശോഭാ സുരേന്ദ്രനും അവിടെ വരുന്നു. ഇത്രയും ആധിപത്യം ഉണ്ടാക്കുമെന്നുള്ളത് ഒരുപക്ഷെ ആ പാർട്ടിക്കാർ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. വലിയ രീതിയിൽ വോട്ട് ഉയർത്തുന്നു. അതെല്ലാം ബാധിച്ചത് എ സമ്പത്തിനെയാണ്. എനിക്കറിയാൻ കഴിഞ്ഞത് അടൂർ പ്രകാശിന് ഇപ്പോൾ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം അദ്ദേഹം നല്ലൊരു ഇലക്ഷൻ മാനേജറാണ്. അദ്ദേഹം നല്ല തന്ത്രജ്ഞനാണ്, ധനശേഷിയുമുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പുറത്തെ ആളും മോശമല്ല. വി ജോയ് വർക്കല കഹാറിന് വിജോയ് ആ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മദ്യവും പണവും ഒക്കെ കൊടുക്കുന്നു. മദ്യം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്, ധനശേഷി ഉണ്ടെന്ന് ഉദ്ദേശിച്ചത്. അതെ അതെ. അപ്പോൾ അപ്പർ ഹാൻഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞ വിജോയുടെ കാര്യം. വിജോയ് വർക്കല കഹാറിനെ തോൽപ്പിച്ചാണല്ലോ നിയമസഭയിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹവും മോശമല്ലാത്ത നേതാവാണ്. ഇനിയിപ്പോൾ ഇഴവ വോട്ടുകൾ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അതിപ്പോൾ ഇഴവ വോട്ടുകളുടെ കാര്യത്തിൽ നോക്കുമ്പോഴും SNDP യോഗവുമായി അടുത്ത ബന്ധം അടൂർ പ്രകാശിന്റെ കുടുംബം. SNDP യോഗത്തിന്റെ തുടക്കം മുതൽ, രൂപീകരണം മുതൽ കുടുംബത്തിന്റെ ബന്ധം. അതേസമയം ശിവഗിരിയുമായി നല്ല ബന്ധമാണ് വിജോയ്ക്ക്. അപ്പോൾ 2 ഘടകങ്ങളും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടി വരും. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ല തന്ത്രജ്ഞനായതുകൊണ്ട് ആ തന്ത്രത്തിന്റെ ഒരു അപ്പർ ഹാൻഡ് അദ്ദേഹത്തിന്. പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ഇതാണ്, ഈ പറയുന്ന നോക്കൂ, 7 മണ്ഡലങ്ങളും ആ ലോക്സഭാ മണ്ഡലങ്ങളിലെ 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനാണ്. CPIയും CPMും വിജയിച്ചു വന്നിട്ടുള്ള മണ്ഡലങ്ങളാണ്. അടിസ്ഥാനപരമായ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. കഴിഞ്ഞ പ്രാവശ്യം 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അനുകൂലമായ ഏറ്റവും 2 പ്രധാനപ്പെട്ട ഘടകങ്ങളുള്ളപ്പോഴും അടൂർ പ്രകാശിന് നേടാൻ കഴിഞ്ഞത്. പിന്നെ സ്മൃതി സൂചിപ്പിച്ച വളരെ ശരിയാണ്, ഒരു ഇലക്ഷൻ മാനേജറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഗ്രൗണ്ട് വർക്കൊക്കെ നന്നായി ചെയ്യാൻ കഴിയും. ഒട്ടും മോശമല്ല അവിടെ ഇടതുപക്ഷം. വി ജോയ് എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതലയില്ല അല്ലേ. അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും മത്സരരംഗത്തേക്ക് നിൽക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ. പറയാൻ പോവാ അവിടെ വളരെ പ്രധാനപ്പെട്ട മുരളീധരൻ ശോഭയുടെ അത്രയും ഒരു വോട്ട് പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ വിചാരിക്കുന്നത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വി മുരളീധരനെ പോലെ ഒരു കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ
കേരളത്തിലെ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറയാം. അവിടെ പോൾ പ്രോമിസ് എന്താണ്? അടൂർ പ്രകാശ് ജയിച്ചാൽ ഒരു MP-യെ കിട്ടുള്ളൂ, വി ജോയ് ജയിച്ചാൽ ഒരു MP-യെ കിട്ടുള്ളൂ. തൃശ്ശൂർ പോലെ തന്നെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ കൊടുക്കും, അല്ലെങ്കിൽ കിട്ടും എന്നുള്ളത് ഇതിനകം തന്നെ കേന്ദ്ര സഹമന്ത്രിയായി ഇരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ്. അപ്പോൾ ആ ഒരു വാഗ്ദാനം ജനങ്ങൾ വിശ്വസിക്കാനുള്ള, വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ്. അത് ഇക്കുറി ആറ്റിങ്ങലിന്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം. വി ജോയ്ക്ക് അത്ര ഒരു സ്വാധീനം വർക്കലയ്ക്ക് അപ്പുറത്തേക്ക്, ജില്ലാ സെക്രട്ടറി ആയത് അടുത്തിടെയാണ്. അപ്പോൾ മറ്റു നേതാക്കളെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് 7 ഇടത്തും സ്വാധീനമുണ്ടോ എന്നുള്ളതിലും എനിക്ക് സംശയമുണ്ട്. നല്ല കാൻഡിഡേറ്റ് ആണ് വി ജോയ്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ അവൈലബിൾ ബെസ്റ്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, ആ അർത്ഥത്തിലാണ് അടൂർ പ്രകാശ്. ഇപ്പം സമ്പത്ത് എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് സംഭവിച്ചത് 2-3 തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. ആ ഇൻകംബൻസി ഫാക്ടറിനെ നന്നായി മുതലെടുക്കാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 2 ഘടകങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി കേരളത്തിൽ വർക്ക് ചെയ്തത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശബരിമലയാണെന്ന് നമുക്കറിയാലോ. ആ 2 ഘടകങ്ങളിൽ ശബരിമലയുടെ അഡ്വാൻറ്റേജ് കിട്ടിയത് ശോഭയ്ക്കാണ്. ശോഭയാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്. അപ്പോൾ ആ ശോഭ അത് പിടിക്കുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു വേവിലാണ് അടൂർ പ്രകാശ് ജയിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഈ 38,000 എന്ന് പറഞ്ഞ ചെറിയ ഭൂരിപക്ഷത്തിലേക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പോകുന്നത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ശോഭയാണ്. അടൂർ പ്രകാശ് നല്ല കാൻഡിഡേറ്റ് ആണ് എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. കാരണം ആ മണ്ഡലത്തിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ MP ആയതിനു ശേഷം നടത്തുന്ന അതിനുശേഷം ആഫ്റ്റർ പോൾ പെർഫോമൻസ് ഉണ്ടല്ലോ, ആ മണ്ഡലത്തിൽ എത്ര കാലം വരുന്നുണ്ട്, ആളുകളുമായി ഇടപെടുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ അടൂർ പ്രകാശിന് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ജനം മാറിക്കുത്തും. കാരണം ആറ്റിങ്ങലിന്റെ ഒരു പൾസ് അതാണ്. ഞാനും ആറ്റിങ്ങലിലെ വോട്ടറാണ്. ഓക്കെ, പക്ഷേ ഏറ്റവും നല്ല പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിൽ ഈ പറയുന്ന സ്പോയിലർ ഇഫക്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ശോഭാ സുരേന്ദ്രൻ വരുത്തിയത്. ആ സ്പോയിലർ ഇഫക്റ്റ് എന്തായാലും വലിയൊരു വോട്ട് വർധനയിലേക്ക് BJP അവിടെ കൊണ്ട് എത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വളർച്ച കാണിച്ച 3 മണ്ഡലങ്ങൾ പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട്, ആറ്റിങ്ങൽ 4 മണ്ഡലങ്ങൾ. അപ്പോൾ ആ അർത്ഥത്തിൽ മറ്റത് 2ാം സ്ഥാനത്ത് തന്നെ ആയിരുന്നു തിരുവനന്തപുരം. അപ്പോൾ ആ അർത്ഥത്തിൽ ഏറ്റവും വലിയ വളർച്ച കാണിച്ച മണ്ഡലമാണ്, മണ്ഡലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അവിടെ നിന്ന് മുരളീധരൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അറിയാം, ആ വളർച്ചയെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അതാണ്, ശോഭാ സുരേന്ദ്രൻ ഒരു സാധാരണ കാൻഡിഡേറ്റ് ആയിരുന്നു, വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാണ്. അർത്ഥത്തിൽ മുരളീധരൻ്റെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് അവിടെ. അപ്പോൾ എങ്ങനെയാണത് വർക്ക് ചെയ്യുക എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് വി ജോയിയും അടൂർ പ്രകാശും തമ്മിലാണ് മത്സരം. അടൂർ പ്രകാശ് നിശ്ചയമായും നല്ല ഇലക്ഷൻ മാനേജറാണ്. അതേസമയം വി ജോയിക്ക് ആറ്റിങ്ങലിൻ്റെ ഒരു ഇടതുപക്ഷ മണ്ണിൻ്റെ ആ ഒരു പിൻബലവുമുണ്ട്. അതുകൊണ്ട് അതിശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് ഞാൻ ആറ്റിങ്ങലിനെ. നമുക്കപ്പോൾ കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ആറ്റിങ്ങൽ ചിന്തിക്കുന്നതെന്ന്. ആറ്റിങ്ങലുകാർക്കേ അറിയുള്ളൂ. ആറ്റിങ്ങലുകാർ അത് ചിന്തിച്ച് വോട്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്തണം. ഓരോ മണ്ഡലത്തിൻ്റെയും കൃത്യമായ കണക്കുകളിലേക്ക് പോകണം. ബ്രേക്ക്. വീണ്ടും സ്വാഗതം. ശരിക്കും മഹാഭാരത യുദ്ധം നടക്കുന്ന വടകരയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോഴിക്കോടിന്റെയും കണ്ണൂരിന്റെയും രാഷ്ട്രീയ ബോധം ആറ്റിക്കുറുക്കിയെടുത്ത മണ്ഡലം വടകര. വർഷങ്ങളോളം CPM കാത്തുസൂക്ഷിച്ച മണ്ഡലം ഇപ്പോൾ കോൺഗ്രസിന്റെ കൈകളിലാണ്. കോലീബി സഖ്യമടക്കം രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ഒരുപാട് കണ്ട ദേശം. TP ചന്ദ്രശേഖരന്റെ അരും കൊലകൊണ്ട് വിറങ്ങലിച്ചു പോയ രാഷ്ട്രീയ ഇടനാഴി കൂടിയാണ് വടകര. രാഷ്ട്രീയ കളരിപ്പയറ്റ് അല്ലേ? അതെ, കളരിപ്പയറ്റിന്റെ കോട്ടയിൽ ഇത്തവണയും രാഷ്ട്രീയ പോരാട്ടത്തിന് വീര്യം ഏറും. അപ്പോൾ ആ വീര്യം കൂട്ടുന്നതിനായി വടകരയിലെ സിറ്റിംഗ് MP-യെ നേരെ തൃശ്ശൂരിലേക്ക് വിടുന്നു. പാലക്കാടിന്റെ MLA ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്ന് വടകരയിൽ ലാൻഡ് ചെയ്യിക്കുന്നു. ഇങ്ങനെയാണ് സ്ഥാനാർത്ഥി ചിത്രം ഇപ്പോൾ നിൽക്കുന്നത് വടകരയിൽ. ഷാഫി പറമ്പിൽ കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു. KK ശൈലജ CPIM-ന് വേണ്ടി, BJP-ക്ക് വേണ്ടി പ്രഫുൽ കൃഷ്ണ എന്ന യുവ നേതാവ്. 3 പേരും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇതിൽ ഷാഫി പറമ്പിൽ വേഴ്സസ് KK ശൈലജ എന്ന രീതിയിലേക്ക് മത്സരം മാറുകയാണോ? എങ്ങനെയാണ് വടകരയുടെ മനസ്സ്? അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പ് ഫലം. K മുരളീധരൻ വടകരയിൽ നിന്ന് പാട്ടും പാടി ജയിച്ചത് എങ്ങനെയാണ് നോക്കാം. K മുരളീധരൻ അന്ന് എതിരാളി വളരെ ശക്തനായിരുന്നു P ജയരാജൻ. K മുരളീധരൻ അന്ന് സമാഹരിച്ചത് 5,26,755 വോട്ടുകളാണ്. P ജയരാജന് 4,42,092 വോട്ടുകളിൽ ചുരുങ്ങേണ്ടി വന്നു. VK സജീവനായിരുന്നു. NDA സ്ഥാനാർത്ഥി 80,108 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. ഭൂരിപക്ഷം K മുരളീധരന് 84,663. മുന്നണികളുടെ വോട്ട് ശതമാനത്തിലെ അന്തരം കൂടി നോക്കാം. UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ടന്തരം കേവലം 8% മാത്രമാണ്. അതുകൊണ്ട് തന്നെ വടകരയിൽ ഇക്കുറി തീ പാറുമെന്നുള്ളത് ഉറപ്പാണ്. UDF-ന് 49.81% വോട്ടുകൾ കിട്ടിയപ്പോൾ LDF-ന് 41.81%, NDA-ക്ക് 7.58%. പക്ഷേ ലോക്സഭ പോലെയല്ല നിയമസഭയിൽ ഭരണ തുടർച്ച നൽകിയതിൽ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു പങ്ക് എത്രത്തോളമായിരുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. എങ്ങനെയാണ് വടകര കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തിച്ചത്? തലശ്ശേരിയും കൂത്തുപറമ്പും വടകരയും കുറ്റ്യാടിയും നാദാപുരവും കൊയിലാണ്ടിയും പേരാമ്പ്രയും ചേർന്ന വടകരയിൽ LDF-നൊപ്പം അല്ലാതെ ആകെ ഒരു മണ്ഡലമേ ഉള്ളൂ. അത് വടകര എന്ന
എന്ന നിയമസഭാ മണ്ഡലമാണ്. ബാക്കി 6 LDF-ന് ആധിപത്യം. അതുകൊണ്ട് തന്നെ ചുവന്നു കിടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6-1 എന്നതാണ് ടാലി. അവിടെയാണ് സാമുദായിക വോട്ടുകളുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഹിന്ദു മുസ്ലിം വോട്ടുകൾ ഇത്തവണ ഡിസിസീവ് ഫാക്ടർ ആകാൻ പോകുന്നു. വടകര ലോക്സഭാ മണ്ഡലത്തിലും ഹിന്ദു വോട്ടുകൾ 66.4% വടകരയിൽ, മുസ്ലിം വോട്ടുകൾ 31.3%, ക്രിസ്ത്യൻ വോട്ടുകൾ കുറവാണ് വടകരയിൽ 2.2%, മറ്റുള്ളവരെല്ലാം ചേർന്ന 0.1%. അപ്പോൾ സാമുദായിക സമവാക്യം ഇക്കുറി വടകരയിൽ പ്രത്യേകിച്ചും ഏക സിവിൽ കോഡ് ആയാലും CA ആയാലും ഒക്കെ ഇടതുപക്ഷം എടുത്തിരിക്കുന്ന കൃത്യമായ ഒരു സ്റ്റാൻഡ്, അതുപോലെ തന്നെ സമസ്ത എങ്ങനെ ചിന്തിക്കും എന്നുള്ളത്, അതൊക്കെ വടകരയിൽ ഒരു ഫാക്ടർ അല്ലേ ഉണ്ണി സാർ? ഈ വടകര ശരിക്കും പറഞ്ഞാൽ രണ്ട് മുന്നണികളെയും തലോടിയും അല്ലെ വിജയിപ്പിച്ചും ഒക്കെ പോയിട്ടുള്ളൊരു മണ്ഡലമാണ്. അവിടെ ഇപ്പം KP ഉണ്ണികൃഷ്ണൻ ഒരുപാട് കാലം അവിടെ വിജയിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നോക്കൂ, എനിക്ക് പ്രേമജം, അതേപോലെ തന്നെ സതീദേവി അവരെ വിജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മുല്ലപ്പള്ളി രാമേന്ദ്രൻ പിടിച്ചെടുക്കുന്നു ആ മണ്ഡലം. പിന്നീട് വന്ന് K മുരളീധരൻ അത് നിലനിർത്തുന്നു. K മുരളീധരൻ ഫൈറ്റ് ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച കാൻഡിഡേറ്റുകളിലുള്ള അനുഗ്രഹിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് വടകര. തീർച്ചയായിട്ടും 2 സ്ഥാനാർത്ഥികൾ അല്ലേ, NK പ്രേമജവും അതേപോലെ തന്നെ അഡ്വക്കേറ്റ് P സതീദേവി, ഇപ്പൊ നമ്മുടെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടുള്ള സതീദേവിയും. സതീദേവി എന്ന് പറഞ്ഞാൽ P ജയരാജന്റെ പെങ്ങളാണ് എന്നുകൂടിയുണ്ട്. പക്ഷേ P ജയരാജനോട് ആ കനിവ് കാണിച്ചില്ല. പക്ഷേ വലിയ ഒരു എന്താ പറയുക മത്സരമായിരുന്നു. അതിന് മുമ്പ് മുല്ലപ്പള്ളി രാമേന്ദ്രനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നോക്കി AN ഷംസീർ എത്ര വോട്ടിന് അവിടെ തോറ്റെന്നറിയാവോ? 3000 വോട്ടിനാണ് തോറ്റത്. പക്ഷേ അത് ഞാൻ പറയുന്നത് വളരെ പ്രധാനമാണ്. അവിടുത്തെ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് 30% മുസ്ലിം വോട്ടാണ് ഉള്ളത്. അതൊരു നിർണായകമായ ഘടകമാണ്. ഇവിടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്രാവശ്യത്തെ ഏറ്റവും സർപ്രൈസ് ആയ കാൻഡിഡേറ്റ്. പക്ഷേ KK ശൈലജയുടെയും ഇടതുപക്ഷത്തിന്റെയും ബേസ് ഇളക്കാനും മാത്രം മാസമാണോ? അല്ല, അവിടെ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ ആരെയാണ് തോപ്പിച്ചത്? മെട്രോമാൻ ശ്രീധരനെയാണ് തോപ്പിച്ചത്. ഈ ശ്രീധരനെ തോപ്പിച്ചു എന്ന് പറയുന്നത് ഒരു പിന്തുണ കിട്ടിയല്ലോ. അല്ല, അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ശ്രീധരനെ തോപ്പിച്ച ഒരാൾ 2021 അവസാനം നമ്മളെല്ലാം ശ്രദ്ധിച്ചത് ഏത് വോട്ടെണ്ണലായിരുന്നു? പാലക്കാട്ട് വോട്ടെണ്ണലായിരുന്നു അല്ലേ? 5000 പൊന്നി പോകുന്നു, ഷാഫി പിന്നെ 3000 മുന്നിൽ വരുന്നു. ഈ രീതിയിൽ ഏറ്റവും ആകാംക്ഷയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന BJP അക്കൗണ്ട് തുറക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടത്തെ മറികടന്ന് അട്ടിമറിച്ച് വലിയൊരു വിജയം നേടിയ ഷാഫി പറമ്പിലോട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അവിടെ SDPI വളരെ സ്ട്രോങ് ആണ്, ജമാഅത്ത് വളരെ സ്ട്രോങ് ആണ്, അർത്ഥത്തിൽ ലീഗിന്റെ വോട്ട് വളരെ ശക്തമാണ്. അങ്ങനെ വരുമ്പോൾ പറയുന്നത് 31.3% ഇൻടാക്ട് ആയി ഷാഫിക്കൊപ്പം നിൽക്കുമോ? അങ്ങനെ നിൽക്കാനാണ് സാധ്യത. അതാണ് അവിടുത്തെ ഒരു ഏറ്റവും വലിയ ഫാക്ടർ. അതാണ് X ഫാക്ടർ വടകരയിലെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിന്നാൽ സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ടല്ലോ, കണ്ടു, അവിടുത്തെ പ്രചാരണ രീതിയും കണ്ടു. ഷാഫിയുടേത് ഈ പൊതുയോഗങ്ങളും വലിയ റാലികളും പ്രകടനങ്ങളുമാണ്, ആൾക്കൂട്ടമാണ്. പക്ഷേ ഭയങ്കര ലാൻഡിംഗ് ആയിരുന്നല്ലോ, ഗംഭീര ലാൻഡിംഗ് ആയിരുന്നു. അത് K മുരളീധരനും അങ്ങനെയാണ് ലാൻഡ് ചെയ്തത്. ആണ് ഷാഫിയുടെ പ്രസംഗം ആ രൂപത്തിൽ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നില്ല TP യെ കുറിച്ച് പറയാത്ത ഒരു മണിക്കൂർ പോലും ഇല്ല. TP പോയാണല്ലോ പ്രചാരണം തുടങ്ങുന്നത്. അതെ, കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടതാണ് TP പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അപ്പോൾ KK ശൈലജ വീടുകൾ തോറുമുള്ള പ്രചാരമാണ് നടത്തിയത്. KK ശൈലജയ്ക്ക് വടകര എന്നല്ല പൊതുവെയുള്ള ഒരു സ്വീകാര്യത എന്നൊരു ഘടകമുണ്ട്. സ്ത്രീ വോട്ടർമാർക്കിടയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന വനിതാ വടകരയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ല CPM കാൻഡിഡേറ്റ് ആണ് KK ശൈലജ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. ഇപ്പൊ കണ്ണൂർ ശൈലജ മത്സരിച്ചിരുന്നെങ്കിൽ ഈസി ആയിട്ട് ജയിച്ചു പോരുമായിരുന്നു എന്ന് പറയും, ശരിയായിരിക്കാം. പക്ഷേ വടകരയിൽ ഒരു നല്ല സ്ഥാനാർത്ഥി വേണം. വടകര പിടിച്ചെടുത്തേ പറ്റുള്ളൂ CPM-നെ സംബന്ധിച്ചിടത്തോളം. അവിടെ ഇറക്കാവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ശൈലജ ടീച്ചറാണെന്ന കാര്യത്തിൽ ആർക്കാ സംശയം? അവിടെ ഒരു പബ്ലിക് ഇമേജ്, പാർട്ടിക്ക് ആ പാർട്ടിയുടെ ഒരു ശക്തമായ പിന്തുണ, ഇതെല്ലാം തന്നെ അവിടെ വർക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് അവിടുത്തെ ഈ മറ്റ് ഘടകങ്ങൾ ഷാഫിക്ക് അനുകൂലമായി പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും വലിയ ത്രെട്ടായിട്ട് ശൈലജയ്ക്ക് വരുന്നത്, ശൈലജ ടീച്ചർക്ക് വരുന്നത്. ഈ പറയുന്ന ഇൻടാക്റ്റ് ആയിട്ട് മുസ്ലിം വോട്ട് അവിടെ പോൾ ചെയ്യപ്പെടുന്നത് ഷാഫിക്ക് അനുകൂലമായിട്ടായിരിക്കും. നമുക്ക് ഒന്നാലോചിക്കുക, T സിദ്ദിഖ്, ഷാഫി പറമ്പിൽ, ഇവരുടെ രണ്ടുപേരുടെ പേരുകളായിരുന്നു അന്തിമ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. സിദ്ദിഖാണെങ്കിൽ ഇമ്പാക്ട് ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. ഷാഫി വരുന്നതിന്റെ അത് ഞാൻ പറഞ്ഞില്ല, 2021 ക്രൗഡ് പുള്ളിങ് മാത്രമല്ല സുജയ, ഈ പറഞ്ഞ ഈ ശ്രീധരനെതിരായിട്ട് നേടിയ ഒരു വിജയം എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ മനസ്സിലൊരു ഹീറോയിക് ഇമേജ് അദ്ദേഹം അതുമുണ്ട്. ആ രണ്ട് ഘടകങ്ങളുമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു വലിയ ഇമ്പാക്ട് ആണ് അത് ഉണ്ടാക്കുക. ഷാഫിയുടേത് ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. നിശ്ചയമായും ഏറ്റവും നല്ല പോരാട്ടം നടക്കുന്നത് വടകരയിൽ. ആ സർജിക്കൽ സ്ട്രൈക്കിന് KK ശൈലജയും ഇടതുപക്ഷവും കൊടുക്കാൻ പോകുന്ന ഒരു മറുപടി എന്താണ്? പ്രഫുൽ കൃഷ്ണൻ എത്രത്തോളം വോട്ട് ചോർത്തും? അതായത് ഹിന്ദു വോട്ടുകളും പ്രധാനമാണ് അവിടെ. മുസ്ലിം വോട്ടുകൾ 31 ആണെങ്കിൽ ഹിന്ദു വോട്ടുകൾ 66 ആണ്. അത് എത്ര ചോർത്തും എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വടകരയിൽ ഒരു സസ്പെൻസ് ആയിരിക്കും, ഒരു സസ്പെൻസ് എലമെന്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുന്നത് ഷാഫിക്ക് ഒരു എഡ്ജ് ഉണ്ടെന്നാണ്. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ KK ശൈലജയുടെ പോരാട്ടത്തെ ഒട്ടും കുറച്ച് കാണുന്നില്ല. പോരാട്ടം മുറുകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വടകരയിലെ കാഴ്ചകളോടെ നമുക്ക് ഇന്നത്തെ ഇലക്ഷൻ ഷോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കേ, താങ്ക് യു. അടുത്തതായി ഡിബേറ്റ് വിത്ത് MV നികേഷ് കുമാർ കാണാം. റിപ്പോർട്ടറിൽ സ്റ്റേ ട്യൂൺഡ്. നമസ്കാരം.